ഡോക്ടർ. പ്രിയപ്പെട്ട ഹോമിയോപ്പതിക് ഡോക്ടേഴ്സ്, ഹോമിയോപ്പതിക് ലവേഴ്സ്, അതുപോലെ തന്നെ നമ്മുടെ ഹോമിയോപ്പതിക് വിദ്യാർത്ഥിനികളെ, ഇന്ന് നമ്മുടെ IFPHന്റെ മലയാളം വെബിനാറിന്റെ 1910 ദിവസത്തിലേക്കാണ് നാം ഏവരും കടന്നു വന്നിട്ടുള്ളത്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഈ ഒരു സെഷനിലേക്ക് കടക്കുന്നതിന് മുൻപ് ഒരു നിമിഷം നമുക്ക് മൗന പ്രാർത്ഥനയിലേക്ക് കടക്കാം. ഓക്കെ, ഇന്നത്തെ നമ്മുടെ മലയാളം സെഷനിൽ ക്ലാസ് നയിക്കുവാനായി വന്നിട്ടുള്ളത് നമുക്ക് ഇത്രയും പ്രിയങ്കരനായിട്ടുള്ള ഡോക്ടർ നജീബ് അഹമ്മദ് സാറാണ്. ഇതിനു മുൻപ് തന്നെ ഒരുപാട് സെഷനുകൾ നമ്മുടെ വേദിയിൽ വന്ന് കൈകാര്യം ചെയ്തിട്ടുള്ള വ്യക്തിയാണ്. ഞാൻ നോക്കിയെടുത്തോളം എനിക്ക് മനസ്സിലായിട്ടുള്ളത് വ്യത്യസ്തമായിട്ടുള്ള വിഷയങ്ങൾ കൈകാര്യം ചെയ്ത് നമുക്ക് നല്ല രീതിയിൽ തന്നെ പറഞ്ഞു തരികയും നല്ല രീതിയിൽ അവതരിപ്പിക്കുകയും ചെയ്യുന്ന ഒരു വ്യക്തിത്വമാണ് അദ്ദേഹം. ഇന്നത്തെ ഒരു സെഷൻ തന്നെ നമുക്ക് അദ്ദേഹം നൽകാൻ പോകുന്ന വിഷയം തന്നെ ന്യൂട്രീഷൻ ഡെലമ്മ, തീൻമേശയിലെ കൊലച്ചതി, അതിന്റെ ഒന്നാം ഭാഗമാണ് ഇന്ന് അദ്ദേഹം നമ്മളുമായിട്ട് പങ്കുവയ്ക്കുവാനായി വന്നിട്ടുള്ളത്. അദ്ദേഹത്തെ ഞാൻ IFPHന്റെ പേരിൽ സാദരം ഈ വേദിയിലേക്ക് ക്ഷണിച്ചുകൊള്ളുകയാണ്. ഒപ്പം തന്നെ ഇന്ന് ഈ ഒരു സെഷനിലേക്ക് കടന്നു വന്നിട്ടുള്ള എല്ലാവരെയും ഞാൻ ഈ സെഷനിലേക്ക് സ്വാഗതം ചെയ്തുകൊള്ളുന്നു. നജീബ് ഡോക്ടർ. ഓക്കെ, ഞാൻ മൊബൈൽ യൂസ് ചെയ്യുന്നതാണ്, അപ്പോൾ അൺമ്യൂട്ട് ചെയ്യാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. സോ ഐ തിങ്ക് നിങ്ങളിപ്പോ കേൾക്കാമല്ലോ അല്ലേ? കേൾക്കാം. ശബ്ദം കേൾക്കാം. ഓക്കെ, വെരി ഗുഡ്. സോ ഞാൻ മൊബൈലിലാണ് അറ്റൻഡ് ചെയ്യണത്, അതുകൊണ്ട് തന്നെ പ്രസന്റേഷൻ ഇന്ന് കാണിക്കുന്നുണ്ടാവില്ല. ബട്ട് ഈ ടോപ്പിക് ഈസ് ഇൻട്രസ്റ്റിംഗ്, അപ്പോൾ ഒരു പ്രസന്റേഷൻ്റെ ആവശ്യമില്ല. തീൻമേശയിലെ കൊലച്ചതി, ന്യൂട്രീഷൻ ഡിലമ്മ, അതാണ് നമ്മുടെ ടോപ്പിക്ക്. ഇതിന്റെ ടൈറ്റിൽ കേൾക്കുമ്പോൾ നിങ്ങൾക്ക് കോട്ടയം പുഷ്പനാഥിനെയോ അല്ലെങ്കിൽ ബാറ്റൻ ബോസിനെയൊക്കെ ഓർമ്മ വന്നിട്ടുണ്ടെങ്കിൽ അതിൽ നിങ്ങളെ ഞാൻ കുറ്റപ്പെടുത്തില്ല. നമ്മളൊക്കെ ഡിറ്റക്റ്റീവ് നോവലുകളും അപസർപ്പ കഥകളൊക്കെ കേട്ട് വളർന്നവരാണ്. സ്വാഭാവികമായിട്ടും കരിക്കിൻപിള്ളയിലെ കൊലപാതകം എന്നൊക്കെ പറഞ്ഞിട്ടുള്ള കഥകളൊക്കെ വായിച്ചവരായിരിക്കും മിക്കവാറും ആളുകൾ. ഇപ്പൊ ന്യൂട്രീഷൻ ഡിലമ്മ അല്ലെങ്കിൽ തീൻമേശയിലെ കൊലച്ചതി എന്നുള്ളത് ഏതൊരു അപസർപ്പക കഥയെയും നാണിപ്പിക്കുന്ന രീതിയിലുള്ള ഭയങ്കരമായ അട്ടിമറികൾ ഈ ന്യൂട്രീഷൻ സയൻസിൽ അല്ലെങ്കിൽ ന്യൂട്രീഷന്റെ ഇൻഡസ്ട്രി മേഖലയിൽ നടന്നു എന്നുള്ളതിനെ സൂചിപ്പിക്കാൻ വേണ്ടി മാത്രമാണ് ഞാൻ അങ്ങനെ ടൈറ്റിൽ എടുത്തിരിക്കുന്നത്. എന്തുകൊണ്ടത് സംഗതമാണ് ആ ടൈറ്റിൽ. ഒരു ഞായറാഴ്ച വൈകുന്നേരം മാത്തച്ഛന്റെ കുടുംബത്തിൽ കാര്യങ്ങളൊക്കെ സമാധാനപരമായിരുന്നു, എല്ലാം ശാന്തമായിരുന്നു. കുടുംബം സ്വിഗ്ഗിയിൽ ഡിന്നർ ഓർഡർ ചെയ്യാൻ തീരുമാനിക്കുന്നത് വരെ മാത്തച്ഛൻ തൻ്റെ മൊബൈൽ എടുത്ത് തോണ്ടി സ്വിഗ്ഗിയുടെ ആപ്പ് തുറന്നു. എല്ലാവരും മാത്തച്ഛൻ ചോദിച്ചു, എന്താ ഓർഡർ ചെയ്യേണ്ടത്? അപ്പച്ചൻ അവറാച്ചനാണ് ആദ്യത്തെ പിടിപൊട്ടിച്ചത്. എൻ്റെ അപ്പം കഴിച്ചത് മാത്രമേ ഞാൻ കഴിക്കുള്ളൂ, എനിക്ക് കപ്പയും മീൻകറിയും മതി. ഒന്ന് പോ അപ്പൂപ്പ, കപ്പയും മീൻകറിയും തിന്ന് ആരെങ്കിലും സ്വിഗ്ഗിയിൽ ഓർഡർ ചെയ്യുമോ? വേറെന്തെങ്കിലും പറ. അമ്മച്ചിക്ക് എന്താ വേണ്ടത്? എനിക്ക് കഞ്ഞിയും തൈരും മതി, ഡോക്ടർ മുളകളോ ഒന്നും കഴിക്കരുതെന്നാ പറഞ്ഞിട്ടുള്ളത്. ഇപ്പൊ മാത്തച്ഛൻ ആകെ കലിപ്പിലും കൺഫ്യൂഷനിലായി. അദ്ദേഹം തൻ്റെ കോമൺ സെൻസിനേക്കാൾ കൂടുതൽ വിശ്വസിച്ചിരുന്നത് ആപ്പുകളെയായിരുന്നു. അദ്ദേഹം കലറി കാൽക്കുലേറ്റർ ആപ്പ് പുറത്തെടുത്തു. എന്നിട്ട് പറഞ്ഞു, ഫുഡ് എപ്പോഴും ബാലൻസ് ഉള്ളതായിരിക്കണം. നമ്മുടെ അത്താഴം കൃത്യമായി 580 കാലറി, അതിൽ ഹൈ പ്രോട്ടീൻ വേണം, ലോ ഫാറ്റ് ആയിരിക്കണം, ധാരാളം ഫൈബറുകൾ ഉണ്ടായിരിക്കണം, ഒമേഗ 6ഉം 3ഉം ഒക്കെ ഒരു ബാലൻസിലൊക്കെ വരണം. അപ്പൊ ചുറ്റിലിരിക്കുന്ന ആളുകൾക്ക് ഏതോ ബയോളജി പ്രൊഫസർ വഴിതെറ്റി അവിടെ വന്നതാണോ എന്ന് തോന്നിപ്പോയി. അപ്പൊ ലോ ഫാറ്റ് എന്ന് കേട്ടതോടുകൂടി ഭാര്യ മേരിക്കുട്ടി ചാടി എഴുന്നേറ്റ്, ചുമ്മാതിരി അച്ചായ, എനിക്ക് കീറ്റോ ആണ്, ചോറ് വേണ്ട, ചപ്പാത്തി വേണ്ട, ചിക്കൻ 65ഉം നമുക്ക് അവക്കാഡോ ജ്യൂസും വാങ്ങിക്കാം. അപ്പോഴാണ് ജിമ്മിൽ നിന്ന് തിരിച്ചെത്തിയ മകൻ സണ്ണിച്ച തൻ്റെ മസിലൊക്കെ ഒന്ന് പിടിച്ച് പെരുപ്പിച്ച്, നമ്മൾ എന്ത് ഓർഡർ ചെയ്താലും അതിൽ പ്രോട്ടീൻ ഉണ്ടെന്ന് ഉറപ്പ് വരുത്തണം, പ്രോട്ടീൻ ഇല്ലെങ്കിൽ അത് വെറും പിണ്ണാക്കാണ്, ദാറ്റ് ഈസ് ഗുഡ് ഫോർ നത്തിങ്. അപ്പം സണ്ണിയുടെ കാര്യങ്ങൾ പ്രഖ്യാപിച്ചു. അപ്പോഴാണ് 8 വയസ്സുള്ള ഡോളി തൻ്റെ കളറിംഗ് പുസ്തകത്തിൽ നിന്ന് തലപൊക്കിയിട്ട് തൻ്റെ തലമുറയുടെ ട്രെൻഡ് അവിടെ പ്രഖ്യാപിക്കുന്നത്, എനിക്ക് ചിക്കനും ഫ്രഞ്ച് ഫ്രൈസും കൊക്കക്കോളയും മതി. ഇന്നലെ നീ അത് തന്നെയല്ലേ കഴിച്ചത്? അമ്മ ചോദിച്ചു. അതെ, ഇന്നലെ അത് തന്നെയാ കഴിച്ചത്. ഇന്ന് ചിക്കനും ഫ്രഞ്ച് ഫ്രൈസും കോളയും, നാളെ ഫ്രഞ്ച് ഫ്രൈസും ചിക്കനും പെപ്സിയും, മാറ്റമില്ല എന്ന് പറയരുത്. കൊച്ചെ, നീ പൂതിനയുടെ പാലാണ് കുടിക്കുന്നതെന്ന് നിനക്ക് ഓർമ്മ വേണം. അമ്മയുടെ താക്കീത് എന്തായാലും അവൾക്ക് മനസ്സിലായില്ല. 3 തലമുറകൾ, 6 പരിഗണനകൾ, മുൻഗണനകൾ, പൂർണ്ണമായും വ്യത്യസ്തമായ ഭക്ഷണ ചിന്തകൾ, വിചാരങ്ങൾ. നമ്മുടെയൊക്കെ വീട്ടിൽ നടക്കുന്ന കാര്യങ്ങളാണിത്.
നമ്മൾ ഇതുപോലെ വല്ലപ്പോഴും പുറത്തൊക്കെ പോയി ഹോട്ടലിൽ പോയാൽ നമ്മൾ കൺഫ്യൂഷനിലാണ്. നമ്മൾ ഓരോ ആളുകളും എന്ത് കഴിക്കണം സ്വയം തന്നെ കൺഫ്യൂഷനിലാണ്. നമ്മൾ നമ്മുടെ മൊബൈൽ എടുത്ത് യൂട്യൂബിലേക്ക് പോയാൽ പലതരത്തിലുള്ള വാഗ്വാദങ്ങൾ, പലതരത്തിലുള്ള ഉന്തും തള്ളുമാണ് അവിടെ നടക്കുന്നത്. ഈ വാഗ്വാദങ്ങളൊക്കെ നടക്കുമ്പോൾ മേശക്കടിയിൽ ശാന്തമായി കിടക്കുകയായിരുന്ന ടോമി പട്ടി ഒന്ന് മുരണ്ടു. എന്താ എന്നോട് ആരും ഒന്ന് ചോദിക്കാതെ? എന്നെ തവിട് കൊടുത്താണ് വാങ്ങിയത്. അങ്ങനെ 45 മിനിറ്റിന്റെ വാഗ്വാദങ്ങൾ, യൂട്യൂബ് റെഫറൻസുകൾ, വാട്സാപ്പുകൾ, ഇൻഫ്ലുവൻസേഴ്സിന്റെ ഉപദേശങ്ങൾ, റിസർച്ച് പേപ്പറുകൾ, പൂർവിക പാരമ്പര്യം, നാട്ടറിവുകൾ. അവിടെ അവസാനം അവർ ഓർഡർ ചെയ്തു 6 വ്യത്യസ്തമായ ഭക്ഷണങ്ങൾ. ഇതാണ് നമ്മുടെ പുതിയ കാലത്ത് നമ്മൾ കാണുന്ന കഥയാണിത്. തീവ്ര കീറ്റോവാദികള്, കാടുവിട്ട കാർണിവോറുകള്, അതായത് കാർണിവോർ ഫുഡുകൾക്ക് വേണ്ടി ആണയിടുന്ന കാട്ടിൽ അല്ലെങ്കിൽ നാട്ടിൽ വസിക്കുന്ന ആളുകള്, വീഗനുകൾ, വെജിറ്റേറിയനിസ്റ്റുകള്, എഗിറ്റേറിയനുകള്, പാലിയോ പ്രേമികള്, ഫ്രൂട്ടേറിയൻ ഫുഡിന് താല്പര്യമുള്ള ആളുകൾ, അങ്ങനെ പലതരം തീന്മേശയിലെ ഡിലമ്മയുടെ യുഗത്തിലേക്ക് നിങ്ങളെയൊക്കെ സ്വാഗതം ചെയ്യുകയാണ്. കലികാല പൂതനമാരുടെ യുഗത്തിലേക്ക്. നമ്മുടെ ഭക്ഷണ ശീലങ്ങളുടെ പരിണാമം നമ്മൾ മനസ്സിലാവണമെങ്കിൽ നമ്മളുടെ ഭക്ഷണശീലങ്ങളുടെ ഹിസ്റ്ററിയിലേക്ക് ഒന്ന് തിരിഞ്ഞു പോകണം. ഒരു കാലാന്തര സഞ്ചാരം നമ്മൾ നടത്തണം. നായാടികളിൽ നിന്ന് സൊമാറ്റോ യുഗത്തിലേക്ക് നമ്മൾ ഒന്ന് യാത്ര ചെയ്ത് നോക്കാം. നായാടികളെ മുമ്പ് പ്രീ ഹണ്ടേഴ്സ് എന്ന് പറയുന്ന ആളുകളുണ്ടായിരുന്നു. പ്രീ ഹണ്ടർ ഗാദറേഴ്സ്. നായാടികൾക്ക് മുമ്പ് അവർ മരത്തിന്റെ മുകളിലായിരുന്നു മിക്കവാറും ജീവിച്ചിരുന്നത്. അവരുടെ ഫുഡ് രീതികൾ പലപ്പോഴും കിട്ടിയത് കഴിക്കുക, ഉള്ളത് കൊണ്ട് ഓണം പോലെ. അവർക്ക് ആയുധങ്ങൾ പ്രയോഗിക്കാൻ അറിയില്ലായിരുന്നു. അതുകൊണ്ട് നായാടൻ അറിയില്ലായിരുന്നു. മരത്തിൽ നിന്ന് ഇറങ്ങാൻ പേടിയായിരുന്നു. മിക്കവാറും ഫ്രൂട്ടുകൾ കഴിച്ച് ജീവിച്ചിരുന്നു. അല്ലെങ്കിൽ ചിലപ്പോൾ വേരുകൾ, കിഴങ്ങുകൾ, കാട്ടുപഴങ്ങൾ, പ്രാണികൾ, മുട്ടകൾ, ചെറിയ മൃഗങ്ങൾ, പലപ്പോഴും ശവം. ഇതൊക്കെയായിരുന്നു അവരുടെ ഫുഡ്. പലപ്പോഴും ഒന്നിച്ച് കിട്ടിയാൽ കഴിക്കും, പിന്നെ 4-5 ദിവസം. കാരണം താഴെ ഇറങ്ങിയാൽ വേറെ ഏതെങ്കിലും മൃഗത്തിന്റെ വയറ്റിലാകും. തൻ്റെ എന്ത് കഴിക്കണമെന്ന് ചിന്തിക്കുന്നതിനും മുമ്പ് അവന് ചിന്തിക്കേണ്ടത് മറ്റൊന്നിന്റെ വയറ്റിലാകാതിരിക്കാൻ എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ അവര് പ്രോസസ്ഡ് ഫുഡ് കഴിച്ചിരുന്നില്ല. പലപ്പോഴും സീസണൽ ഫുഡാണ് കഴിച്ചിരുന്നത്. മിക്കതും റോ ആയിരുന്നു, പച്ചക്ക് കഴിച്ചിരുന്നു. വല്ലപ്പോഴും കാട്ടുതീയിൽ വല്ല മാനോ വെന്താൽ അത് കഴിച്ചാൽ കുക്ക് ചെയ്യാറില്ലായിരുന്നു. ഇതായിരുന്നു പ്രത്യേകിച്ച് അവരുടെ. മനുഷ്യന്റെ ബ്രെയിൻ വളരുന്ന കാലഘട്ടം കൂടിയായിരുന്നു ഇത്. 3 മില്യൺ വർഷങ്ങൾക്ക് മുമ്പുള്ള കഥയാണ്. 3-2 മില്യൺ വർഷങ്ങൾ വരെയുള്ള ഒരു കഥയാണ്. മനുഷ്യന്റെ ബ്രെയിൻ പലതരം സങ്കീർണതകളിലൂടെ വളരുന്ന കാലം കൂടിയായിരുന്നു. പിന്നീട് ഹണ്ടർ ഗാദറേഴ്സ് 2 മില്യൺ കൊല്ലം മുതൽ 12,000 കൊല്ലം വരെ. നമ്മൾ ഏറ്റവും കൂടുതൽ പഠിച്ചിരിക്കുന്ന ഒരു ഭക്ഷണശീലങ്ങൾ ഹണ്ടർ ഗാദറേഴ്സിൻ്റെയാണ്. ഒരുപാട് തെളിവുകൾ, ഒരുപാട് ഗുഹാചിത്രങ്ങൾ, പലതും. അവരുടേത് വളരെ ഡൈവേഴ്സ് ആയിട്ടുള്ള, മനുഷ്യന്റെ ചരിത്രത്തിൽ ഇന്നു മുതൽ പണ്ട് വരെയുള്ള മൊത്തം മനുഷ്യന്റെ ചരിത്രത്തിലെ ഏറ്റവും വൈവിധ്യപൂർണമായ ഭക്ഷണശീലങ്ങൾ അവരുടേതായിരുന്നു. കാട്ടുമൃഗങ്ങൾ, മത്സ്യങ്ങൾ, കിഴങ്ങ്. ഹണ്ടർ ഗാദറേഴ്സിന്റെ പ്രത്യേകത അവർ ആയുധങ്ങൾ ഉപയോഗിക്കാൻ പഠിച്ചു. കൂടുതൽ മെച്ചപ്പെട്ട കയ്യിന്റെ മൂവ്മെന്റ് കൂടുതൽ മെച്ചപ്പെട്ടു. ഹാനിമാൻ പണ്ട് എഴുതിയ ഒരു ഡെസർട്ടേഷന്റെ പേര് വണ്ടർഫുൾ കൺസ്ട്രക്ഷൻ ഓഫ് ഹ്യൂമൻ ഹാൻഡ് എന്നുള്ളതായിരുന്നു. മനുഷ്യന്റെ കൈകളുടെ പ്രത്യേകതയാണ് മനുഷ്യനെ മറ്റെല്ലാ ജന്തുക്കളിൽ നിന്നും വ്യത്യസ്തമാക്കുന്നത്. അപ്പോൾ പലതരം ആയുധങ്ങൾ പ്രയോഗിക്കാൻ പഠിച്ചതോടുകൂടി അവന്റെ നായാടാനുള്ള ശേഷി വർദ്ധിക്കുകയും ഭക്ഷണ വൈവിധ്യങ്ങളുടെ വലിയ സാധ്യതകൾ അവന്റെ മുമ്പിൽ തുറക്കുകയും ചെയ്തു. ഒരു ദിവസം നായാടാൻ ആയുധങ്ങളുമായി 15-20 കിലോമീറ്ററുകൾ നടക്കുന്നത്തോളം ഫിറ്റ് ആയിട്ടുള്ള ബോഡി അവനിലുണ്ടായി. അവന് പ്രത്യേകിച്ച് ഫിക്സഡ് മീൽ ഉണ്ടായിരുന്നു. എന്ത് കിട്ടി അത് കഴിക്കുക എന്നുള്ളത് തന്നെയായിരുന്നു. പ്രീ ഹണ്ടേഴ്സിനെ പോലെ തന്നെ ആയുധങ്ങൾ ഉപയോഗിക്കാൻ തുടങ്ങിയപ്പോൾ അവൻ പഠിച്ച ഒരു കാര്യം കല്ലുകളും കൂട്ടിയോ ഉരുമ്മി തീയുണ്ടാക്കലായിരുന്നു. അങ്ങനെ ചുട്ട് തിന്നുന്ന ഭക്ഷണ രീതികൾ 12,000 വർഷങ്ങൾക്ക് മുമ്പ്, അല്ലെങ്കിൽ ഒരു 16,000 വർഷങ്ങൾക്ക് മുമ്പ് മനുഷ്യൻ തുടങ്ങി, അല്ലെങ്കിൽ അതിന് നേരത്തെ തന്നെ. അടുത്ത ഘട്ടം ഒരു 15,000 വർഷം മുതൽ 8,000 വർഷം വരെ പാസ്റ്റോറിയൽ ഒരു നൊമാഡിക് എന്നൊക്കെ പറയാവുന്ന ഇടയന്മാരുടെ, കാലിച്ചക്കന്മാരുടെ, കാലികൾ വളർത്തുന്ന ആളുകളുടെ, കാലികൾ, പശുക്കൾ, ആടുകൾ, ഒട്ടകങ്ങൾ, ഇങ്ങനെ വളർത്തു മൃഗങ്ങളെ തങ്ങളുടെ വരുതിയിലാക്കിയ മനുഷ്യൻ അവയെ ഉപയോഗിച്ചിട്ടുള്ള ജീവിതസന്ധാരണം എന്ന് പറയുമ്പോൾ പലതും ജീവിതത്തെ മുന്നോട്ട് കൊണ്ടുപോകുന്നതിൽ എല്ലാ കാര്യങ്ങളും അവര് ഈ മൃഗങ്ങളെ ഉപയോഗിച്ച് ചെയ്യാൻ തുടങ്ങി. അങ്ങനെ അവര് പാല്, തൈര്, ചീസ്, മാംസം, ഇതിനുള്ള പലതും ഓരോരോ നാട്ടിലെ കൾച്ചർ അനുസരിച്ച് ഇത്തരം സാധനങ്ങൾ ഉപയോഗിച്ചിട്ടുള്ള ഒരു നാഗരികത വളർന്നു വന്നു.
ഇന്നും ആ നാഗരികതയുണ്ട്. ഹണ്ടർ ഗാദറേഴ്സിന്റെ നാഗരികതയുണ്ട്. നോമാഡ്സിന്റെ രീതികൾ ഇന്നും ലോകത്തിന്റെ പല ഭാഗത്തുമുണ്ട്. ഈ കെനിയയിലെ മസായികള്, മംഗോളിലെ പല ഭാഗത്തും, ഇന്നുള്ള മധ്യ ഏഷ്യൻ രാജ്യങ്ങളായ മംഗോളിയൻ രാജ്യങ്ങൾ പലരും, അറബി രാജ്യങ്ങളിലെ പല ബദോയിനുകളും പലപ്പോഴും ഇന്നും ഏറെക്കുറെ ഇത്തരം ജീവിതശൈലി പിൻപറ്റുന്നവരാണ്. ഇവരുടെ ഭക്ഷണത്തിന്റെ രീതി ഹൈ പ്രോട്ടീൻ, ഹൈ ഫാറ്റ് ഭക്ഷണമാണ്. നാച്ചുറലി അൺപ്രോസസ്ഡ് ആണ്. ഫുഡ് മിക്കതും നാച്ചുറൽ ആണ്. ഇവിടെ മനുഷ്യൻ പ്യോർലി വൈൽഡ് ഫുഡിൽ നിന്ന് ഒരു ആനിമൽ ഹസ്ബൻഡറിയുടെ വൈവിധ്യമാർന്ന മറ്റു ഫുഡുകളിലേക്ക് അവരെത്തി എന്നുള്ളതാണ്. അടുത്തത് മനുഷ്യൻ ചെന്നത് 10,000 വർഷം മുതൽ ഇങ്ങോട്ട് ഒരു 4,000 വർഷം വരെ നമ്മൾ ചരിത്ര പുസ്തകങ്ങൾ പഠിച്ച റിവർ വാലി സിവിലൈസേഷൻ ഉണ്ട്, അല്ലെങ്കിൽ പലതരം നദീതട സംസ്കാരങ്ങൾ എന്നൊക്കെ നമ്മൾ പറഞ്ഞിരുന്ന കുറേ കാര്യങ്ങളുണ്ട്. മെസപ്പൊട്ടോമിയൻ സംസ്കാരം, ഈജിപ്ത്, നമ്മുടെ ഇന്ത്യൻ്റെ തന്നെ ഇൻഡസ് വാലി, സിന്ധു നദീതട സംസ്കാരം, യെല്ലോ റിവർ, മീസോ അമേരിക്കൻ നദീതട സംസ്കാരങ്ങൾ, അങ്ങനെ ഒരുപാട് നദീതട സംസ്കാരങ്ങൾ ഉണ്ടായി. നദീതട സംസ്കാരങ്ങൾ എന്ന് പറയുമ്പോൾ മനുഷ്യൻ വളരുകയാണ്. ഹണ്ടർ ഗാദറിന്റെ കാലത്ത് ആഫ്രിക്കയിലെ ഏതോ കോത്തായി മുക്കിലുണ്ടായിരുന്ന കുറച്ച് കുടുംബങ്ങളാണെങ്കിൽ ഇപ്പോൾ 10,000 വർഷത്തിലേക്ക് നമ്മൾ എത്തുമ്പോൾ ആളുകൾ മില്യണിലേക്ക് എത്തിയിരിക്കുകയാണ്. ആളുകൾ ഒരുപാട് വളർന്നിരിക്കുന്നു, ഒരുപാട് ഭക്ഷണങ്ങൾ ആവശ്യമാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും വലിയ രീതിയിൽ കൃഷി ചെയ്യണമെങ്കിൽ വലിയ രീതിയിലുള്ള സാധ്യതയുള്ളത് നദീതട സംസ്കാരങ്ങളിലാണ്. ഗോതമ്പ്, ബാർലി, അരികൾ, തെന, ചോദങ്ങൾ, അങ്ങനെ ധാന്യങ്ങൾ മനുഷ്യന്റെ ജീവിതത്തിലേക്ക് കടന്നു വന്നു. ആ കടന്നു വരവോടുകൂടി മനുഷ്യന് മെറ്റബോളിക്കലി വലിയ നഷ്ടങ്ങളുണ്ടായി, വലിയ ചാലഞ്ചുകൾ ഉണ്ടായി. പക്ഷെ മനുഷ്യൻ ആസ് എ സൊസൈറ്റി വലിയ രീതിയിൽ വളർന്നു. ഒരു നാഗരികത എന്നുള്ളവർക്ക് മനുഷ്യന് വലിയ രീതിയിലുള്ള വളർച്ചകൾ ഉണ്ടായത് കൂടിയാണ് ഈ പറയുന്ന അരിഭക്ഷണങ്ങളുടെ, ധാന്യങ്ങളുടെ വളർച്ചയുടെ ഒരു നാഗരികത എന്ന് പറയുന്നത് റിവർ വാലി സിവിലൈസേഷൻ. അവിടെ ഉണ്ടായിരുന്ന മേജർ ഷിഫ്റ്റ് പറയുന്നത് മനുഷ്യൻ ആനിമൽ ഹസ്ബൻഡറി അഗ്രേറിയൻ അഗ്രികൾച്ചറൽ ഇതിലേക്കും ഗ്രെയിൻസ് അല്ലെങ്കിൽ സ്റ്റാപ്പിൾ ഫുഡുകൾ. നേരത്തെ ആളുകൾക്ക് പലതരം ഭക്ഷണങ്ങളായി. ഇന്ന് ഇതാണെങ്കിൽ നാളെ മറ്റന്നാളെ വേറൊന്ന്. പക്ഷെ ഗോതമ്പ് മാത്രം കഴിക്കുന്ന, അരി മാത്രം കഴിക്കുന്ന ആൾക്കൂട്ടങ്ങളായി നാഗരികതകളായി ആളുകൾ മാറാൻ തുടങ്ങി. പ്രത്യേകം ഫുഡുകൾ മാത്രം കഴിക്കുന്നു. വീണ്ടും മെറ്റബോളിക്കലി നമ്മൾ താഴോട്ട് പോവുകയാണ്. നാഗരികമായി നമ്മൾ മേലോട്ട് പോകുമ്പോൾ മറുവശത്ത് ബയോളജിക്കലി നമ്മൾ താഴോട്ട് വരുന്ന ഒരു സഞ്ചാരം ഇൻസീഡിയസ് ആയിട്ട്, വളരെ സ്ലോ ആയിട്ട്, ഘട്ടം ഘട്ടമായിട്ട്, നൂറ്റാണ്ടുകൾ എടുത്തിട്ട്, ആദ്യത്തെ ചേഞ്ചസ് വളരെ നൂറ്റാണ്ടുകൾ എടുത്തിട്ടാണ്, മില്ലേനിയൽ എടുത്തിട്ടാണ്, പിന്നീട് പതിറ്റാണ്ടുകൾ എടുത്തിട്ട്, പിന്നീട് അത് ആദ്യത്തെ സഹസ്രാബ്ദങ്ങളുടെ വ്യത്യാസമാണ്. അതായത് ഹണ്ടർ ഗാദറേഴ്സിന്റെ ജീവിതശൈലി ഒരുപാട് സഹസ്രാബ്ദങ്ങൾ നീണ്ടതാണ്, മില്യൺ വർഷങ്ങൾ നീണ്ടതാണ്. പിന്നീട് പാസ്റ്റോറിയൽസ് എന്ന് പറയുമ്പോൾ ഒരു 10,000 വർഷത്തിന്റെ, അല്ലെങ്കിൽ റിവർ വാലി സിവിലൈസേഷൻ 10,000 വർഷങ്ങളിലാണ് ഭക്ഷണ രീതിയിൽ ഒരു മാറ്റം ഉണ്ടാവുന്നത്. പെട്ടെന്ന് മാറ്റങ്ങൾ ഉണ്ടാവുന്നില്ല. പക്ഷെ പിന്നീട് വീണ്ടും മുന്നോട്ട് വരുമ്പോൾ മാറ്റങ്ങൾ പെട്ടെന്ന് വരികയാണ്. നൂറ്റാണ്ടുകളിൽ തന്നെ ഭക്ഷണ രീതി വലിയ രീതിയിൽ മാറുകയാണ്. മനുഷ്യൻ വീണ്ടും ജനസഞ്ചയങ്ങൾ വർദ്ധിച്ചു വരുന്നു, വലിപ്പം കൂടി വരുന്നു, ആൾക്കൂട്ടം പെരുകുന്നു, റിസോഴ്സസ് ചുരുങ്ങുന്നു. അപ്പോൾ നദീതട സംസ്കാരത്തിൽ നിന്ന് ആളുകൾ സമതലങ്ങളിലേക്കും മലമുകളിലേക്കും പോവുകയും പുതിയ സെറ്റിൽമെന്റുകൾ ഉണ്ടാക്കുകയും വാട്ടർ ബോഡീസ് കണ്ടെത്തുകയും ആ വാട്ടർ ബോഡീസിന്റെ ചുറ്റിപ്പറ്റിയുള്ള സെറ്റിൽമെന്റുകളും ഗ്രാമങ്ങളും, അഗ്രേറിയൻ അല്ലെങ്കിൽ വില്ലേജ് ഈറ നമ്മൾ പറയാം, ഗ്രാമങ്ങളുടെ കാലഘട്ടത്തിലേക്ക് മനുഷ്യൻ വളരുകയാണ്, കൂടുതൽ വലുതാവുകയാണ്. ഉദാഹരണത്തിന് ഇന്ത്യയുടെ അഗ്രേറിയൻ സിസ്റ്റം എന്ന് പറയുമ്പോൾ റൈസുകൾ, മില്ലറ്റുകൾ, ലെന്റിൽ, മെഡിറ്ററേനിയൻ ആണെങ്കിൽ വീറ്റും ഒലിവ് ഓയിലൊക്കെയാണ്, വൈനുകളാണ് അവിടെ കൂടുതലായിട്ട് ഉപയോഗിച്ചിരുന്നത്. അതുപോലെ മിഡിൽ ഈസ്റ്റിലാണെങ്കിൽ ഈത്തപ്പഴം, ഫ്ലാറ്റ് ബ്രെഡുകൾ, ആടുകൾ, ഒട്ടകങ്ങൾ, ഇങ്ങനെ ഓരോ അഗ്രേറിയൻ സിവിലൈസേഷനിലും വില്ലേജുകളിലും വ്യത്യസ്തമായ അവിടെ ട്രൈബുകളുടെ ഉദയം കൂടി ഉണ്ടാവുകയാണ്. മനുഷ്യൻ ട്രൈബുകളായി മാറുകയാണ്. മനുഷ്യൻ ട്രൈബുകളായി പരസ്പരം റിസോഴ്സിന് വേണ്ടി യുദ്ധം ചെയ്യുന്ന ഇതിലേക്ക് മനുഷ്യരെത്തുകയാണ്. അതോടുകൂടി ട്രൈബുകളാവുന്നതോടുകൂടി ട്രഡീഷണൽ ഡയറ്റ് എന്ന രീതിയിലുള്ള പ്രാദേശിക ഡയറ്ററി ക്യുലിനറി സംസ്കാരം കൂടി അഭിവൃദ്ധി പ്രാപിക്കുന്നു. ഇങ്ങനെ മാറി വരികയാണ്. അതിന്റെ നല്ലതും ചീത്തയുമായ ഒരു ഭാഗത്ത് നാഗരികത വളരുന്നു, മറുഭാഗത്ത് ബയോളജിക്കലി മനുഷ്യൻ താഴോട്ട് ഇറങ്ങുന്നു. ഏറ്റവും വലിയ തിരിച്ചടികൾ, ഏറ്റവും വലിയ നാഗരികമായ വിപ്ലവങ്ങൾ ഉണ്ടാവുന്നത്, ഏറ്റവും വലിയ അഭിവൃദ്ധി നാഗരികമായി ഉണ്ടാവുന്നത് ഇൻഡസ്ട്രിയൽ സിവിലൈസേഷനിലാണ്. വലിയ രീതിയിലുള്ള കാർഷിക വിപ്ലവങ്ങൾ, വലിയ രീതിയിൽ സ്റ്റീം എഞ്ചിൻ വന്നു, ഫാക്ടറീസ് വന്നു,
അർബനൈസേഷൻ ഉണ്ടായി, നഗരങ്ങൾ, വലിയ വലിയ നഗരങ്ങൾ ഉണ്ടായി. ഷുഗർ പോലുള്ള സാധനങ്ങൾ സ്ലേവ് ട്രേഡിങ്ങിന്റെ ഭാഗമായി. അതായത് 18ഉം 19ഉം നൂറ്റാണ്ടുകളിലൊക്കെ ആഫ്രിക്കയിൽ നിന്ന് അടിമകളെ കൊണ്ടുപോയി അമേരിക്കയിൽ ഷുഗറുകൾ എന്താണ് കരിമ്പിന്റെയും കാപ്പിയുടെയും ഒക്കെ വലിയ തോട്ടങ്ങൾ, പരുത്തിയുടെയൊക്കെ വലിയ തോട്ടങ്ങൾ. നമ്മൾ ഇന്ന് ഷുഗർ കഴിക്കുമ്പോൾ ഓർക്കേണ്ടത് ഏതോ അടിമകളുടെ ചോരയുടെ ഉപ്പിന്റെ രുചിയാണ് നമുക്ക് മധുരമായിട്ട് അനുഭവപ്പെടുന്നതാണ്. അത്രയും വലിയ സ്ലേവ് ഇൻഡസ്ട്രിയുടെ ഭാഗമായിട്ടാണ് ഈ പറയുന്ന ഷുഗർ ഉണ്ടായതും ഷുഗർ വളരെ ചീപ്പായതും. പിന്നെ മൈദ പോലുള്ള സാധനങ്ങൾ, പോളിഷ് ചെയ്ത അരികൾ, ശുദ്ധീകരിച്ച എണ്ണകൾ. ഇൻഡസ്ട്രിയലൈസേഷൻ വന്നപ്പോ നമ്മുടെ ഭക്ഷണത്തിന്റെ അബൻഡൻസ് അല്ലെങ്കിൽ അതിന്റെ ധാരാളിത്വം വല്ലാതെ കൂടി, ക്വാളിറ്റി വല്ലാതെ കുറയുകയും ക്വാണ്ടിറ്റി വല്ലാതെ കൂടുകയും ചെയ്തു. നമ്മൾ മനസ്സിലാക്കേണ്ടതാണ്. നമ്മൾ അഭിവൃദ്ധി എന്ന് പറയുമ്പോൾ നമ്മൾ പുരോഗതി എന്ന് പറയുമ്പോൾ നമ്മൾ പലപ്പോഴും കാണുന്നത് ക്വാണ്ടിറ്റിയെയാണ്, ക്വാളിറ്റിയെ അല്ല. യഥാർത്ഥത്തിൽ ക്വാളിറ്റിയുടെ കാര്യത്തിൽ മനുഷ്യൻ നാഗരികമായി നായാടി മനുഷ്യനിൽ നമ്മൾ ഇന്നെത്തി നിൽക്കുമ്പോൾ നമ്മുടെ ഭക്ഷണത്തിന്റെ ക്വാളിറ്റി വളരെ വലിയ രീതിയിൽ വെല്ലുവിളിക്കപ്പെട്ടിരിക്കുകയാണ്, വലിയ രീതിയിൽ നീക്കം ചെയ്യപ്പെട്ടിരിക്കുകയാണെന്നുള്ളതാണ്. അത് സ്വാഭാവികമായും ഒക്കെ നീക്കം ചെയ്യപ്പെട്ടതാണ്. വലിയ രീതിയിലുള്ള ഇടപെടലുകൾ ഉണ്ടാവുന്നത് ഈ അടുത്ത വർഷങ്ങളിലാണ്, അടുത്ത കാലങ്ങളിലാണ്. അത് കാൻഡ് ഫുഡും മൈദയും പോളിഷും പോലുള്ള കാര്യങ്ങൾ ഒരു ഭാഗത്ത് ഉണ്ടാകുമ്പോൾ തന്നെ വലിയ രീതിയിലുള്ള മൾട്ടിനാഷണൽ കോർപ്പറേഷൻസ് വന്നിട്ടുണ്ടായിരുന്നില്ല ഈ 18-19 നൂറ്റാണ്ടുകളിൽ. ഫുഡ് ഒരു ഇൻഡസ്ട്രി ആയിരുന്നില്ല. ഇൻഡസ്ട്രിയലൈസേഷൻ തുടങ്ങിയിട്ടുണ്ടെങ്കിലും ഫുഡ് ഒരു കൊമോഡിറ്റി ആയിരുന്നില്ല. ഫുഡിന്റെ ഇൻഗ്രീഡിയന്റ് കൊമോഡിറ്റി ആയിരുന്നു ഈ പറയുന്ന ഏർലി ഇൻഡസ്ട്രിയൽ റെവല്യൂഷൻ കാലത്ത്. പിന്നീട് ഉണ്ടാവുന്ന ഇൻഡസ്ട്രിയേഷന്റെ അഡ്വാൻസ്ഡ് ഇൻഡസ്ട്രിയൽ റെവല്യൂഷൻ ആണ് 1950കളും 90കളും, കഴിഞ്ഞ നൂറ്റാണ്ട്, നമ്മുടെയൊക്കെ നൂറ്റാണ്ട്, നമ്മൾ തുടങ്ങിയ നമ്മുടെ നൂറ്റാണ്ടുകൾ 1950കൾക്ക് ശേഷം. ഇത് ആണ് അല്ലെങ്കിൽ പ്രത്യേകിച്ച് കഴിഞ്ഞ 70 വർഷം. അതിൽ 2 ഘട്ടങ്ങളാണ്. കൺവീനിയൻസ് ഫുഡിന്റെ ഒരു കാലഘട്ടവും ലോ ഫാറ്റ്, കൊഴുപ്പിനെതിരെ യുദ്ധം ചെയ്ത ഒരു കാലഘട്ടവും. ഈ 2 കാലഘട്ടങ്ങളാണ് കഴിഞ്ഞ 70 വർഷത്തെ ഭക്ഷണരീതികളുടെ വലിയ അട്ടിമറികളുടെ കാലഘട്ടം എന്ന് പറയുന്നത്. അപ്പൊ എന്താണ് ഈ 70 വർഷത്തെ വലിയ അട്ടിമറികളുടെ നാൾവഴികൾ എന്ന് നമ്മൾ വലിയ ചരിത്രം നമ്മൾ നോക്കി. ഹണ്ടർ ഗാദറേഴ്സിന്റെ അല്ലെങ്കിൽ പ്രീ ഹണ്ടേഴ്സിന്റെ ഒക്കെ കാലഘട്ടം മുതൽ 3 മില്യൺ വർഷങ്ങളുടെ കാലഘട്ടം നമ്മൾ പഠിച്ചു നോക്കി. നമ്മൾ കഴിഞ്ഞ ആ 3 മില്യൺ വർഷത്തിൽ ഉണ്ടാവാത്ത രീതിയിലുള്ള വലിയൊരു മാറ്റം, അതിഭയങ്കരമായ മാറ്റം കഴിഞ്ഞ 70 വർഷങ്ങൾ അല്ലെങ്കിൽ കഴിഞ്ഞ 30 വർഷങ്ങൾ, പ്രത്യേകിച്ച് കഴിഞ്ഞ 70 വർഷങ്ങൾ അട്ടിമറികളുടെ വലിയ മാറ്റങ്ങൾ, വലിയ രീതിയിലുള്ള ഇടപെടലുകൾ നമ്മുടെ ഭക്ഷണ രീതിയിലും നമ്മുടെ ഭക്ഷണത്തിലുള്ള ചിന്തയിലും ഭക്ഷണത്തിലുള്ള കാഴ്ചപ്പാടിലൊക്കെ ഉണ്ടായി എന്നുള്ളതാണ്. 50കളിലൊക്കെ നമുക്ക് 50കളിൽ എന്താണ് സംഭവിച്ചത്? അത് കൺവീനിയൻസ് റെവല്യൂഷൻ എന്ന് പറയാം. സൗകര്യങ്ങളുടെ, മനുഷ്യൻ ഇങ്ങനെ ജോലിക്കാരനായി പല രീതിയിലുള്ള തിരക്കുകളായി നമ്മൾ കൺവീനിയൻസ്, സിവിലൈസേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൺവീനിയൻസ് തന്നെയാണ്, സംശയമൊന്നുമില്ല. അതിന്റെ പ്രസക്തിയുണ്ട്. പക്ഷെ സൗകര്യങ്ങൾ അതിസൗകര്യങ്ങളിലേക്ക് നമ്മൾ മാറുമ്പോൾ ബയോളജിക്കലി ഉണ്ടാകുന്ന ഇമ്പാക്ട് പലപ്പോഴും നമ്മൾ ശ്രദ്ധിക്കാറില്ല എന്നുള്ളതാണ്. മോഡേൺ അല്ലെങ്കിൽ ആധുനികം എന്ന് പറഞ്ഞാൽ ഇൻസ്റ്റന്റ് ആണ് എന്ന് വിശ്വസിക്കുന്നിടത്തേക്ക് നമ്മൾ എത്തി. പലതരം ഇൻസ്റ്റന്റ് സാധനങ്ങൾ, കാൻഡ് സൂപ്പുകൾ, ഫ്രോസൺ ഫുഡുകൾ, ഇൻസ്റ്റന്റ് നൂഡിൽസ്, ബോക്സ്ഡ് സീരിയലുകൾ, ഇങ്ങനെ പലതരം സാധനങ്ങൾ ക്ഷിപ്രസാധ്യം, പെട്ടെന്ന് ഒരു ചൂടുവെള്ളത്തിലിട്ടാൽ നമുക്ക് ഫുഡ് ആകുന്നു. അങ്ങനെ അതിസൗകര്യങ്ങളുടെ വിപ്ലവങ്ങളിലേക്ക് മനുഷ്യന് പോയ ഒരു കാലഘട്ടമായിരുന്നു 1950കൾ. അന്ന് പ്രധാനപ്പെട്ട കമ്പനികൾ ഇതിന്റെ നാന്ദി കുറിച്ച, ഇതിന്റെ തേര് തെളിച്ച വലിയ കമ്പനികൾ എന്ന് പറയുന്നത് കെലോഗ് ആണ്. ക്യാമ്പൽ പോലുള്ള കമ്പനികൾ സൂപ്പുകളുടെ വലിയ ഇതായിരുന്നു. കെലോഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബ്രേക്ക്ഫാസ്റ്റ് സീരിയലുകളുടെ ജോൺ ഹാർവി കെലോഗിനെ കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. പിന്നെ ഫ്രോസൺ ഫുഡുകൾ ഉണ്ടാക്കുന്നത് ബേർഡ് ഐ പറയുന്ന കമ്പനി. പിന്നെ സാക്ഷാൽ നെസ്ലെ, അതിഭീമൻ, ഒരുപാട് പ്രോസസ് ഫുഡുകളുടെ, പ്രത്യേകിച്ച് ബേബി ഫുഡുകളുടെ. നമ്മൾ നേരത്തെ പറഞ്ഞ പൂതനയുടെ കാലം അറിയില്ലേ? പൂതന എന്ന ഒരു രാക്ഷസി നമ്മുടെ ചരിത്രം നമ്മൾ പഠിച്ചാണ്, ഇതിഹാസങ്ങളിലെ. വളരെ ആടയാഭരണങ്ങളോടുകൂടി വളരെ മനോഹരമായ ഒരു വേഷവിധാനങ്ങളോട് രംഗപ്രവേശനം ചെയ്യുന്നു. 2 മുലകളിലും നിറയെ പാലുകൾ. ഉണ്ണി കണ്ണന്റെ വീട്ടിലേക്ക് വരുന്നു, പാല് ഓഫർ ചെയ്യുന്നു, വലിയ രീതിയിൽ വലിയ മധുരമായ വാക്കുകൾ പുരട്ടിയിട്ട്. അങ്ങനെ അമ്മയ്ക്ക് വലിയ ആശ്വാസമാവും, വലിയ സന്തോഷമാവും. പക്ഷെ
ഉണ്ണിക്കണ്ണന് കഥ മനസ്സിലായി, പൂതനയെ അവൻ നിഗ്രഹിക്കുന്നു. അപ്പോ യഥാർത്ഥത്തിൽ ഉണ്ണിക്കണ്ണന്റെ കഥ പോലെ, അതായത് യുഗങ്ങളിലൊക്കെ ഓരോ യുഗങ്ങളിലും ഇതുപോലുള്ള പൂതനമാർ അവതരിക്കുന്നുള്ളതാണ്. ആധുനിക ഫുഡ് കമ്പനികളുടെ പലതും കഥ ഇങ്ങനെയാണ്. മനോഹരമായ പരസ്യവാചകങ്ങളിലൂടെ വരുന്നു, നമ്മൾക്ക് പാലുകളും ഭക്ഷണങ്ങളും സൗകര്യങ്ങളും ഓഫർ ചെയ്യുന്നു, നമ്മുടെ ആരോഗ്യത്തെ തകർക്കാൻ ശ്രമിക്കുന്നു. അപ്പോ ഈ പരമ്പരാഗത ഭക്ഷണ രീതികൾ ഓർമ്മയാവുകയും ഫാസ്റ്റ് ഫുഡ് നിലവാരമുള്ള ഫുഡാണ് എന്ന് വിശ്വസിക്കുകയും ചെയ്യുന്നിടത്തേക്ക് നമ്മൾ എത്തിയിരിക്കുകയാണ്. 70കളിലേക്ക് വരുമ്പോൾ പിന്നെ ലോ ഫാറ്റ് ഇയറയാണ്. ഹാൻസൽ കീ എന്ന് പറയുന്ന ഒരു ബയോളജിസ്റ്റിനെ കുറിച്ച് നമ്മൾ കേൾക്കാൻ പോവുകയാണ്, ഞാൻ പറയാൻ പോവുകയാണ്. ഈ 70കളുടെ ഏറ്റവും വലിയ തീം എന്താണെന്ന് അറിയോ? ഫാറ്റ് ഈസ് ഈവൽ. ഫാറ്റിനോട് മനുഷ്യൻ യുദ്ധം പ്രഖ്യാപിച്ചു. വെളിച്ചെണ്ണ പാടില്ല, കൊഴുപ്പുകൾ പാടില്ല, എല്ലാതരത്തും കൊഴുപ്പ്, സാച്ചുറേറ്റഡ് കൊഴുപ്പുകളും അബദ്ധമാണ്. അങ്ങനെ നിരന്തരമായി കൊഴുപ്പിനെതിരെ സമരം ചെയ്യുമ്പോഴും മറുവശത്ത് മനുഷ്യന്റെ രോഗങ്ങൾ വലിയ രീതിയിൽ കൂടിക്കൊണ്ടേയിരിക്കുകയാണ്. ഫുഡ് കമ്പനീസ് ആയിരക്കണക്കിന് ഫാറ്റ് ഫ്രീ ഐറ്റംസ് ഷെൽഫുകൾ നിറച്ചു വെച്ചു. ഫാറ്റ് ഒരു ഭാഗത്ത് നിന്ന് റിമൂവ് ചെയ്തു ഭക്ഷണങ്ങളിൽ നിന്ന്, മറുഭാഗത്ത് ട്രാൻസ് ഫാറ്റുകളും ഷുഗറുകളും ലോഡ് ചെയ്തു. അതേ സമയത്ത് ഈ ഫാറ്റ് റിമൂവലിന് യുദ്ധം ചെയ്ത് നടക്കുമ്പോഴും പ്രോസസ്ഡ് ആൻഡ് അൾട്രാ പ്രോസസ്ഡ് ഫുഡുകൾക്കെതിരെ ശബ്ദിക്കാനും മിണ്ടാനും ആരും മെഡിക്കൽ കമ്മ്യൂണിറ്റിയോ മെഡിക്കൽ അതോറിറ്റിയോ ഒട്ടുമേ മുന്നോട്ട് വന്നില്ല എന്നുള്ളതാണ്. ഇപ്പോഴും അത് തന്നെയാണ് കഥ എന്നാണ് വലിയ രീതിയിൽ. അപ്പോ 70കളുടെ ലോ ഫാറ്റ് ഏരിയയുടെ കഥ കൂടിയാണ്. വലിയ കമ്പനികൾ എന്ന് പറഞ്ഞാൽ ആ കാലത്ത് ഉണ്ടായിരുന്ന മേജർ കമ്പനീസ്, ഇത് കെലോഗ് ഉണ്ടായിരുന്നു, ഓഫ്കോഴ്സ് യോൾപൈറ്റ് പോലുള്ള യോഗട്ട് കമ്പനികൾ ഉണ്ടായിരുന്നു, സ്നാക്ക് വെൽ പോലുള്ള ഫാറ്റ് ഫ്രീ കുക്കീസ് വലിയ കമ്പനികൾ. കുറച്ച് എക്സാമ്പിൾസ് പറയാണ്. കൊഴുപ്പ് കുറഞ്ഞ ഭക്ഷണം കഴിച്ചിട്ടും മനുഷ്യന്റെ പൊണ്ണത്തടിക്കോ അല്ലെങ്കിൽ ഡയബറ്റീസ് പോലുള്ള ഹൈപ്പർ ടെൻഷൻ പോലുള്ള കൊളസ്ട്രോൾ പോലുള്ള മാരക അസുഖങ്ങൾക്ക് യാതൊരു കുറവും ഇല്ല എന്നുള്ളതാണ്. ഡോക്ടർമാരുടെ നിരന്തരമായ സമരങ്ങൾ ഒരിക്കലും എപ്പിഡോമിയോളജിക്കലി ഈ രോഗങ്ങളുടെ തോത് കൂട്ടുന്നതിൽ യാതൊരു റോളും വഹിച്ചില്ല എന്നുള്ളതാണ് വലിയ പഠനങ്ങളും കണക്കുകളും നമ്മുടെ അനുഭവങ്ങൾ തന്നെയും നമ്മളോട് പറയുന്നത്. 80കളിലേക്ക് വരുമ്പോൾ, നമ്മൾ 70, 50 കഴിഞ്ഞ് നമ്മൾ 1980കളിലേക്ക് വരുമ്പോൾ പുതിയൊരു വിപ്ലവത്തിൽ, പുതിയൊരു ട്രെൻഡിലേക്ക് നമ്മൾ കടക്കുകയാണ്. സ്നാക്കിഫിക്കേഷൻ. സ്നാക്കുകൾ അല്ലെങ്കിൽ ചെറു ഭക്ഷണങ്ങൾ, പലതരം പലഹാരങ്ങൾ, പലതരം മൈദയുടെയും ഷുഗറിന്റെയും സാൾട്ടിന്റെയും ബ്ലിസ് പോയിന്റുകൾ, ഇങ്ങനെയുള്ള വളരെ ട്രാൻസ് ഫാറ്റ്, ഷുഗർ, സോൾട്ട്, ഇങ്ങനെയുള്ള വളരെ ചില സാധനങ്ങൾ ചേരുംപടി ചേർത്ത് കഴിഞ്ഞാൽ രുചിയുടെ ഒരു വല്ലാത്തൊരു തേരോട്ടം അവിടെ ഉണ്ടാവുന്നതാണ്. ഒരു പെർഫെക്റ്റ് മിക്സ് ഓഫ് ഓൾ ദീസ്. അത് അഡിക്ഷൻ, തലച്ചോറിൽ അഡിക്ഷൻ ഉണ്ടാക്കുന്ന ഒരു രുചി കൂട്ടിനെ ഈ പറയുന്ന ഇൻഡസ്ട്രി കണ്ടുപിടിക്കുകയും ആ ഇൻഡസ്ട്രി അതിന്റെ പലതരം വൈവിധ്യങ്ങളിലൂടെ മനുഷ്യന്റെ ഭക്ഷണശീലത്തെ മുച്ചൂട് മാറ്റിമറിക്കുകയും ചെയ്യുന്നതാണ്. ഫുഡിന്റെ, നമ്മൾ പണ്ട് മനുഷ്യൻ 2 നേരം കഴിച്ചിരുന്നത് 3 നേരമായി, പിന്നീട് അത് 5 നേരവും 6 നേരവും 7 നേരവും ഒക്കെ ആവുന്ന രീതിയിലേക്ക് നമ്മൾ പോയി. ചിപ്സുകൾ, കാൻഡീസ്, സോഫ്റ്റ് ഡ്രിങ്ക്, പലതരം സോഫ്റ്റ് ഡ്രിങ്കുകൾ, കുട്ടികളുടെ ഫൺ ഫുഡുകൾ, അങ്ങനെ അഗ്രസീവായ മാർക്കറ്റിങ്ങിലൂടെ ഒരു പുതിയ ഭക്ഷണ സംസ്കാരം, വളരെ ശക്തമായ, വളരെ വ്യാപകമായ രീതിയിലുള്ള ഭക്ഷണ സംസ്കാരം ഉണ്ടായിരുന്നത്. ഏറ്റവും പ്രധാനപ്പെട്ട ബ്രാൻഡുകൾ ഈ കാലഘട്ടത്തിൽ, ഈ സ്നാക്കുകളുടെ കാലഘട്ടത്തിൽ ഉണ്ടായിരിക്കുന്നത് കോള, പെപ്സി. ഈ സ്നാക്കുകളുടെ കാലത്തുള്ള തീം എന്താണെന്ന് പറയുക, ഒരു സ്ലോഗൻ, ഈറ്റ് ഓൾ ഡേ, ഈറ്റ് എവ്രിവെയർ. ഭക്ഷണം എപ്പോഴും, എല്ലായ്പ്പോഴും, എല്ലാ സ്ഥലങ്ങളിലും, എല്ലാ ഒക്കേഷൻസിലും. ഇതാണ് അന്നത്തെ ഒരു മുദ്രാവാക്യം. കൊക്കക്കോള, പെപ്സി, ഫ്രിറ്റോ, മക്ഡൊണാൾഡ് ഹാപ്പി മീൽ പോലുള്ളത്, അതുപോലെ കാഡ്ബറി, മാസ്, നെസ്ലയുടെ ചോക്ലേറ്റുകൾ. അങ്ങനെ കുട്ടികളുടെ പഞ്ചസാര ഉപയോഗം, ഷുഗറുകളുടെ ഉപയോഗം പല രീതിയിൽ ഉപയോഗിക്കും. കുട്ടികളുടെ ഒബീസിറ്റി വളരെ നോർമലായ ഒരു കഥയായി മാറുകയും ചെയ്തു. 2000ത്തിലേക്ക് നമ്മൾ എത്തുമ്പോൾ, നമ്മൾ 1990കളിൽ നിന്ന് 2000ത്തിലേക്ക് വരുമ്പോൾ വെസ്റ്റേൺ ഫാസ്റ്റ് ഫുഡുകളുടെ ഒരു ഘട്ടത്തിലേക്ക് നമ്മൾ വന്നു. നേരത്തെ പറഞ്ഞതുപോലുള്ള ചില കമ്പനികൾ അവിടെ, അതായത് ബി ഫാസ്റ്റ്, ബി ഗ്ലോബൽ. നമ്മൾ കൺവീനിയൻസിൽ നിന്ന് നമ്മൾ മനുഷ്യന്റെ ജീവിതത്തിന്റെ പ്രവേഗം കൂടിക്കൂടി വരികയാണ്. നമ്മൾ പിന്നീട് ഗ്ലോബലൈസേഷൻ, എക്കണോമിയുടെ ഗ്ലോബലൈസേഷനിലേക്ക് പോയതോടുകൂടി ഫാസ്റ്റ് ഫുഡുകൾ, അമേരിക്കയിൽ മാത്രം ഒതുങ്ങിയിരുന്ന ഫാസ്റ്റ് ഫുഡുകൾ ലോകത്തിന്റെ മൊത്തം ഫുഡായി മാറി. അവിടെ പിന്നെ മക്ഡൊണാൾഡ് ഉണ്ടായിരുന്നു, KFCയും, പിസ്സ ഹട്ട്, സബ്വേ, ഡൊമിനോസ് പിസ്സ, കൊക്കക്കോള, പെപ്സി, നെസ്ലയുടെയും യൂണിലിവറിന്റെയും പലതരം പ്രോഡക്റ്റുകൾ.
നാരങ്ങളടങ്ങിയ പരമ്പരാഗത ഭക്ഷണങ്ങൾ നമ്മുടെ ടേബിളിൽ നിന്ന് അപ്രത്യക്ഷമായി. കലറി കൂടുതലുള്ള, പോഷകങ്ങൾ കുറഞ്ഞ ചവറുകളും ചണ്ടികളും നമ്മുടെ മുമ്പിൽ നിറഞ്ഞു തുടങ്ങി. ബി ഫാസ്റ്റ്, ബി ഗ്ലോബൽ, അതായിരുന്നു നമ്മുടെ ആപ്തവാക്യം. അപ്പോൾ പിന്നീട് 2010 വരുമ്പോൾ പുതിയൊരു ട്രെൻഡ് വന്നു. നമ്മൾ ഇതുവരെ നമ്മൾക്ക് പരിചയമുള്ള ട്രെൻഡുകളാണ്. ഇപ്പൊ നമ്മൾ പുതിയ ട്രെൻഡ് എന്ന് പറഞ്ഞാൽ ഇന്റർനെറ്റിന്റെ കാലത്താണ്. ഫേക്ക് ഹെൽത്ത്. നമ്മൾ ഈ നേരത്തെ പറഞ്ഞ ഫുഡുകളുടെ, സ്നാക്കിഫിക്കേഷന്റെ അല്ലെങ്കിൽ ഫാസ്റ്റ് ഫുഡിന്റെ തിന്മകളും ഭീഷണികളും മനസ്സിലാക്കിയ ഒരു ഘട്ടത്തിൽ ഇതിനെ മറികടക്കാൻ എന്നോണം ഒരു പുതിയ അവതാരം, പുതിയൊരു രീതി വന്നു. യഥാർത്ഥത്തിൽ ഈ പുതിയ അവതാരം പഴയ ദുരന്തങ്ങളെക്കാൾ ഒട്ടും മെച്ചായിരുന്നില്ല. ഫേക്ക് ഹെൽത്ത് ലേബിളുകളിലൂടെ, അവകാശവാദങ്ങളിലൂടെ, ഹെൽത്ത് വാഷിംഗ് തന്നെ പറയാം. വലിയ വലിയ ഹെൽത്തി അഡ്വർടൈസ്മെന്റും ഹെൽത്തി ലേബിളുകളും പറയുമെങ്കിലും അകത്ത് കുപ്പിയുടെ ലേബിൾ മാറിയെങ്കിൽ അകത്ത് പഴയ വീഞ്ഞ് തന്നെയാണ്. എന്താ ഉണ്ടായിരുന്നത്? ഹെൽത്ത് കോൺഷ്യസ് ലോകത്തേക്ക് പലതരത്തിലുള്ള മാർക്കറ്റിങ്ങും രീതികൾ വരുന്നു. ന്യൂട്രീഷൻ വന്നില്ല, മാർക്കറ്റിംഗ് വന്നു. ലോ കാർബ്, ഗ്ലൂട്ടൻ ഫ്രീ, വേഗൻ, കീറ്റോ, ഓർഗാനിക്, അങ്ങനെ പലതരം ലേബുകളിലൂടെ, പലതരം അവകാശവാദങ്ങളിലൂടെ. പക്ഷേ ഈ വന്നിരിക്കുന്നതൊക്കെ അൾട്രാ പ്രോസസ്ഡ് ഫുഡുകൾ തന്നെയാണ്. ഇതൊക്കെ നമ്മൾ കീറ്റോ എന്ന് പറയുമ്പോഴും അകത്ത് അൾട്രാ പ്രോസസ്ഡ് ഫുഡ് തന്നെയാണ്. സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസേഴ്സിന്റെ പാക്കേജ് ഫുഡുകളുടെ ഒരു കാലം. പലതരം ബ്രാൻഡുകൾ, ബിയോണ്ട് ഫുഡ്, ഇമ്പോസിബിൾ ഫുഡ്, വൈറ്റമിൻ വാട്ടർ, സ്നാക്ക് ബാർസ്, ന്യൂട്രസ്യൂട്ടിക്കൽ കമ്പനികളുടെ ഒരുപാട് കമ്പനികൾ. എന്താ ഉണ്ടായിരിക്കുന്നത്? ഇതിന്റെ എഫക്റ്റ് എന്താണ്? ഇത് പലപ്പോഴും പ്രോസസ്ഡ് ഫുഡാണ്. നമ്മൾ ഹെൽത്തി ഫുഡ് എന്ന് പറയുമ്പോഴും കീറ്റോ എന്ന് പറയുമ്പോഴും പലപ്പോഴും വിൽക്കുന്നത് പ്രോസസ്ഡ് ഫുഡുകളാണ്. ആളുകൾ തങ്ങൾ ആരോഗ്യകരമായ ഭക്ഷണമാണ് എന്ന് കഴിക്കുന്നത് എന്ന് വിശ്വസിക്കുമ്പോഴും, മൂഢമായി അങ്ങനെ കരുതുമ്പോഴും വലിയ രീതിയിൽ സംസ്കരിച്ച ഭക്ഷണങ്ങളാണ് അല്ലെങ്കിൽ പ്രോസസ്ഡ് ഫുഡാണ് അവർ കഴിച്ചിരുന്നത്. ഈ ഘട്ടത്തിൽ നിന്ന് ആണ് നമ്മൾ വീണ്ടും 1920-കളിൽ, നമ്മുടെ ഇപ്പോഴത്തെ ഘട്ടം, നമ്മൾ ഇന്ന് ജീവിക്കുന്ന ഘട്ടം, ഏജ് ഓഫ് ഫുഡ് കൺഫ്യൂഷൻ. കാരണം ആദ്യത്തെ ഘട്ടത്തിൽ നിന്ന് മരുന്നാണ് എന്ന് വിചാരിച്ച ഈ പറയുന്ന 1910-കളിൽ അല്ല 2010-കളിലെ ഫേക്ക് ഹെൽത്ത് ഘട്ടത്തിലേക്ക് നമ്മൾ എത്തുകയും അത് പൊയ് വെടികളാണെന്ന് മനസ്സിലാക്കുകയും ചെയ്തപ്പോൾ നമ്മളിപ്പോൾ വലിയ കൺഫ്യൂഷനിലാണ്. നമ്മൾ ഇന്ന് ഇന്റർനെറ്റ് തുറന്നു കഴിഞ്ഞാൽ പലതരം അവകാശവാദങ്ങളാണ്. പലതരം തീവ്രമായ, ശക്തമായ അവകാശവാദങ്ങളും തള്ളിപ്പറയലുകളും. ഒരു കീറ്റോക്കാർക്ക്, പാലിയോക്കാർക്ക് തള്ളി പറയാം, വീഗനിസ്റ്റുകൾക്ക്, കാർണിവോറിന് തള്ളി പറയാം, മെഡിറ്റേറിയൻ ഫുഡാണ് ഏറ്റവും മുന്തിയത് എന്ന അവകാശങ്ങൾ. ഇങ്ങനെ പലതരം വലിയ വലിയ അവകാശങ്ങളായിട്ട് മനുഷ്യർ മുന്നോട്ട് വരികയാണ്, അല്ലെങ്കിൽ ഇൻഡസ്ട്രി മുന്നോട്ട് വരികയാണ്. ഹൈലി പ്രോസസ്ഡ് കീറ്റോ കുക്കികൾ, വീഗൻ മീറ്റുകൾ, ഇതൊക്കെ നിത്യ സംഭവങ്ങളായി മാറുകയാണ്. എല്ലാവരും ലേബിളുകൾ നോക്കി തിന്നുകയാണ്, അതിൻ്റെ ഫങ്ഷനെ നോക്കിയിട്ടല്ല, അല്ലെങ്കിൽ അതുണ്ടാക്കുന്ന പെർഫോമൻസിനെ മനസ്സിലാക്കിയിട്ടല്ല. അപ്പൊ ഏജ് ഓഫ് ഫുഡ് കൺഫ്യൂഷനാണ് നമ്മൾ, ഫുഡ് ഡിലമ്മയിലാണ്. ഈ ഫുഡ് ഡിലമ്മ കീറ്റോ ഫ്രണ്ട്ലി പാക്കേജുകളുടെ പേരിൽ, പ്ലാൻ ബേസ്ഡുകളുടെ പേരിൽ, പലതരം ഡെലിവറി ആപ്പുകളിലൂടെ, സ്വിഗ്ഗി, സൊമാറ്റോ, ഊബർ പോലുള്ള പലതരം ഡെലിവറി ആപ്പുകളിലൂടെ നമ്മൾ പുതിയൊരു ഭക്ഷണ ഡിലമ്മയിലേക്ക്, നമ്മൾ നേരത്തെ പറഞ്ഞ മാത്തച്ഛൻ്റെ കുടുംബത്തിന്റെ കഥ പോലെ, ആരോഗ്യകരമായ ഉൽപ്പന്നങ്ങൾ എക്കാലത്തെക്കാളും പൈസ ചെലവാക്കിയിട്ടും നമ്മുടെ ആശയക്കുഴപ്പം തീരുന്നേയില്ല. എന്താണ്? അഡിക്ഷൻ ഉണ്ടാകുന്നു, കൺവീനിയൻസ്. അതായത് 70-കളിൽ ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറയുന്നത് ഉണ്ടായിരുന്നത് അഡിക്റ്റീവ് ഫുഡുകളായിരുന്നു, കൺവീനിയൻസ് ആയിരുന്നു. പിന്നീട് നമ്മൾ പ്രോഫിറ്റബിലിറ്റിയിലേക്ക് ഫുഡ് പാരഡൈം പോവുകയാണ്. ആ പാരഡൈം ഷിഫ്റ്റിന്റെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓവർ മില്യൺ, നമ്മുടെ 10,000 കൊല്ലങ്ങൾക്ക് മുമ്പ് വളരെ സ്ലോ ആയി വന്ന മാറ്റങ്ങൾ കഴിഞ്ഞ ഏതാനും വർഷങ്ങൾ കൊണ്ട് എല്ലാം തകിടം മറിഞ്ഞ് 10 വർഷത്തിൽ 10 വർഷങ്ങളിൽ 5 വർഷങ്ങൾക്ക് പുതിയ ട്രെൻഡുകൾ, പുതിയ രീതികൾ, മനുഷ്യവിരുദ്ധ ശീലങ്ങൾ അടിച്ചേൽപ്പിക്കപ്പെടുന്ന ഒരു കഥയിലേക്ക് ഉള്ള പാരഡൈം ഷിഫ്റ്റാണ് നമ്മൾ കണ്ടത്. എന്തൊക്കെയാണ് ഇതിന്റെ റിസൾട്ട്, എന്തൊക്കെയാണ് ഇമ്പാക്ട് ഉണ്ടായിരിക്കുന്നത്? മെറ്റബോളിക് രോഗങ്ങൾ, ലൈഫ് സ്റ്റൈൽ പ്രശ്നങ്ങൾ, ക്രോണിക് ഇൻഫ്ലമേഷൻസ്, പലതരത്തിലുള്ള കൺഫ്യൂഷനുകൾ. ആരാണ് ഇതിൻ്റെയൊക്കെ പിറകിൽ? ഏതൊക്കെ വേതാളങ്ങളാണ് നമ്മുടെ ഭക്ഷണ ശീലങ്ങളെ അടപടലം തകിടം മറിച്ചത്? നമ്മുടെ വിശേഷ ബുദ്ധിയെ കുറേ ആളുകൾ, കുറേ കമ്പനികൾ, കുറേ ഏജൻസികൾ, പലതരം പരീക്ഷണങ്ങൾ, പലതരം അടുക്കളകളിൽ കുക്ക് ചെയ്യപ്പെട്ടതാണ് നമ്മുടെ ഭക്ഷണശീലങ്ങളെ കുറിച്ചുള്ള ശാസ്ത്രം. അതിൽ പ്രധാനപ്പെട്ട ഒരു വ്യക്തി ആൻസൽ ബെഞ്ചമിൻ കീസ്. ആൻസൽ കീസ് ഒരു അമേരിക്കൻ ഫിസിയോളജിസ്റ്റ് ആണ്. അദ്ദേഹത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സിദ്ധാന്തം,
ഇന്നും നമ്മൾ പലപ്പോഴും നമ്മുടെ ഹോമിയോ ഡോക്ടർമാരടക്കം വിശ്വസിക്കുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു സിദ്ധാന്തം എന്ന് പറയുന്നത്, ഇന്നത്തെ മുഖ്യധാര ശാസ്ത്രം, വൈദ്യശാസ്ത്രം വലിയ രീതിയിൽ ഏറ്റുപിടിച്ച കഴിഞ്ഞ 50 വർഷമായിട്ട് ശക്തമായി പിന്തുടരുന്ന ഒരു സിദ്ധാന്തത്തിന്റെ പേരാണ് ഡയറ്റ് ഹാർട്ട് ഹൈപ്പോത്തസിസ്. നമുക്ക് എന്താ നോക്കാം. ഇദ്ദേഹത്തിനെ അമേരിക്കൻ ഗവൺമെന്റ് മിലിറ്ററി ഒരു കാര്യം ഏൽപ്പിച്ചു. പട്ടാളക്കാർക്ക് വളരെ കമ്പാക്റ്റ് ആയിട്ടുള്ള, വളരെ കൺവീനിയന്റ് ആയിട്ടുള്ള ഒരു പാക്കേജ് ഫുഡ് ഡിസൈൻ ചെയ്യണം. അങ്ങനെ അദ്ദേഹം പലതരം ക്രാക്കേഴ്സും, കാൻഡ് മീറ്റ്, ചീസ്, പൗഡേർഡ് ഡ്രിങ്കബിൾ സാധനങ്ങൾ, കാൻഡികൾ, പിന്നെ അങ്ങനെ പലതരം സാധനങ്ങൾ, സിഗരറ്റ് അടക്കം ഉൾക്കൊള്ളിച്ചിട്ടുള്ള 2500, 3000 കാലറി വരുന്ന ഒരു 3 നേരത്തേക്കുള്ള ഫുഡ് ഉണ്ടാക്കി. അദ്ദേഹത്തിന്റെ ഫോക്കസ് ഹൈ എനർജി, ലോ ഷെൽഫ് ലൈഫ് ആൻഡ് മിനിമൽ പ്രിപ്പറേഷൻ, ലോങ് ഷെൽഫ് ലൈഫ് ആൻഡ് മിനിമൽ പ്രിപ്പറേഷൻ. സൂപ്പർ മാർക്കറ്റിൽ നിന്ന് കിട്ടുന്ന, അന്ന് സൂപ്പർ മാർക്കറ്റിൽ വിറ്റിരുന്ന പലതരം കുക്കീസൊക്കെ വാങ്ങിയിട്ട് ഇദ്ദേഹം ഗവേഷണം ചെയ്തതല്ല. ഇതിന്റെ കാലറി വാല്യൂ മാത്രം കണക്ക് കൂട്ടി എല്ലാം കൂടി ഒരു ബാഗിൽ എടുത്ത് നിറച്ചിട്ട് ഒരു ഡിസൈൻ ചെയ്തിട്ടുണ്ട്. അതിന്റെ ന്യൂട്രിറ്റീവ് വാല്യൂയെ കുറിച്ചുള്ള അസസ്മെന്റ് ഉണ്ടല്ലോ. ഈ അസസ്മെന്റിന്റെ ചാർട്ട് ഉണ്ടാക്കിയിട്ട് ഒരു വശത്ത് നമ്മൾക്ക് പ്രായേണ പുതിയ ശാസ്ത്രത്തിന്റെ ഭാഷ അനുസരിച്ച് വളരെ ശാസ്ത്രീയമായ ഒരു സിസ്റ്റമാണ് അദ്ദേഹം ഉണ്ടാക്കിയിരിക്കുന്നത്. അദ്ദേഹം ഉണ്ടാക്കിയ വേറൊരു കാര്യം പോസ്റ്റ് വാർ ഇത് മിലിറ്ററി അല്ലെങ്കിൽ വാർ സിനാരിയോയിലാണ് കൊടുത്തിരുന്നെങ്കിൽ യുദ്ധത്തിന് ശേഷമുള്ള ഒരു ഫുഡ് അദ്ദേഹം പ്രൊമോട്ട് ചെയ്തിരുന്നു. അതിന്റെ പേര് മെഡിറ്ററേനിയൻ സ്റ്റൈൽ ഡയറ്റ് ആയിരുന്നു. പക്ഷെ ഈ 2 ഫുഡും യഥാർത്ഥത്തിൽ യാഥാർത്ഥ്യങ്ങളുമായി, ഈവൻ മിലിറ്ററി ഫുഡ് മിലിറ്ററിക്കാരുടെ യാഥാർത്ഥ്യങ്ങളുമായി പോലും ബന്ധമില്ലാത്തതായിരുന്നു എന്നുള്ളതാണ്. പക്ഷെ പിന്നീട് അമേരിക്കൻ ഹാർട്ട് അസോസിയേഷൻ മുതൽ ഡയബറ്റോളജി അസോസിയേഷൻ എല്ലാ ആളുകളും ആൻസൽ കീസ് അമേരിക്കൻ മിലിറ്ററിക്ക് ഉണ്ടാക്കിയ ഡയറ്റ് പ്രോട്ടോകോളിനെ മൊത്തം മനുഷ്യരുടെ ഡയറ്റ് പ്രോട്ടോകോളായി മാറ്റിമറിക്കുകയും അത് നമ്മുടെ ഭക്ഷണശീലങ്ങളുടെ അവസാന വാക്കായി മാറുകയും ചെയ്യുന്നുള്ളതാണ്. ആൻസൽ കേസിന്റെ സിദ്ധാന്തങ്ങൾ എന്തൊക്കെയാണ് അത് കാലറി പലപ്പോഴും ഇനാഡിക്വേറ്റ് ആയിരുന്നു. പട്ടാളക്കാർക്ക് ഷോർട്ട് ടേം യൂസിന് വേണ്ടി ഉണ്ടാക്കിയതായിരുന്നു. പക്ഷെ പലപ്പോഴും അത് യുദ്ധകാലത്ത് വേണ്ടി മാത്രം ഉണ്ടാക്കിയ സാധനം പട്ടാളക്കാരുടെ മാത്രമല്ല മൊത്തം മനുഷ്യരുടെ ഫുഡായി മാറി എന്നുള്ളതാണ്. രണ്ടാമത്തത് മോണോട്ടോണി, വളരെ പരിമിതമായ ചില ഫുഡുകൾ മാത്രമായിരുന്നു. അതിൽ വൈവിധ്യങ്ങളേ ഉണ്ടായിരുന്നില്ല. ഒരേ ഫുഡ് എല്ലാ ദിവസവും ഇങ്ങനെയായിരുന്നു. പിന്നെ മൂന്നാമത്തത്, ഞാനൊരു ലിസ്റ്റ് വായിക്കാം. ഒരേ ഫുഡ് എല്ലാ ദിവസവും. ഉച്ചഭക്ഷണം ചോറ്, അവിയൽ, തീയൽ, തൈര്. ചോറ്, മീൻകറി, വളവ്, പുളിശ്ശേരി. ചോറ്, അവിയൽ, സാമ്പാർ. ഇത് ഉച്ചഭക്ഷണം കേട്ടോ, ഓരോ ദിവസവും. പിറ്റേ ദിവസം ചോറ്, മീൻകറി. 4ാമത്തെ ദിവസം ചോറ്, സാമ്പാർ, അവിയൽ. 5ാമത്തെ ദിവസം ചോറ്, അവിയൽ, എരിശ്ശേരി. ഇത് ഒരു ഫുഡിന്റെ ലിസ്റ്റാണ്. ഇത് എവിടുത്തെയാണെന്നറിയോ? ഇത് ഇന്നലെ പ്രസിദ്ധീകരിച്ച നമ്മുടെ ജയിലുകളുടെ മെനു ആണ്. ഇതുപോലെയാണ് ആൻസൽ കീസ് ഉണ്ടാക്കിയിരിക്കുന്ന മെനു. നിത്യവും ഒരേ സാധനം, വൈവിധ്യങ്ങളേ ഇല്ല. അപ്പോ കാലറിക് ഇനാഡിക്വസി, മോണോട്ടോണി, പിന്നെ പല ഹാർഷ് എൻവയോൺമെന്റ്, പലതരം ക്ലൈമറ്റിലാണ് മനുഷ്യൻ ജീവിക്കുന്നത്. ചൂടുള്ള ക്ലൈമറ്റിൽ ജീവിക്കുന്ന മനുഷ്യരുണ്ട്, തണുപ്പിൽ ജീവിക്കുന്ന മനുഷ്യരുണ്ട്. ഇതിനെയൊന്നും പരിഗണിക്കാതെയുള്ള ഭക്ഷണ പ്രോട്ടോകോളുകൾ. ഏറ്റവും പ്രധാനപ്പെട്ടത് ഈ വൈവിധ്യം നഷ്ടപ്പെടുമ്പോൾ, ഭക്ഷണത്തിന്റെ വൈവിധ്യം നഷ്ടപ്പെടുമ്പോൾ ഏറ്റവും വലിയ ഇമ്പാക്ട് എന്താണെന്നറിയോ? മൈക്രോന്യൂട്രിയന്റ് ഗ്യാപ്പുകളാണ്. വേണ്ട പലതരം ന്യൂട്രിയൻസുകളും മിനറൽസും വൈറ്റമിൻസും ഒക്കെ നമുക്ക് നഷ്ടപ്പെടുന്നതാണ്. കാരണം നമ്മുടെ ചുറ്റുമുള്ള വൈവിധ്യമാർന്ന സാധനങ്ങളിലാണ്, വിവിധങ്ങളായ സാധനങ്ങളിലാണ് ഈ പറയുന്ന എല്ലാം പരത്തി വെച്ചിരിക്കുന്നത് നമ്മുടെ പ്രകൃതി. ഏതോ 1 or 2 ഫുഡിലല്ല. അങ്ങനെ അത്ഭുത ഫുഡുകളൊക്കെ അവകാശങ്ങളായിട്ട് പലരും വരുമെങ്കിലും അങ്ങനെയൊന്നുമില്ല. മനുഷ്യൻ പലതും കഴിക്കുമ്പോഴാണ്. നിങ്ങൾ ടോട്ടോച്ചാന്റെ കഥ വായിച്ചിട്ടുണ്ടാവും. ടോട്ടോച്ചാൻ, എൻ്റെ ഗുരുനാഥൻ, കുട്ടികൾക്ക് പഠിപ്പിക്കുന്ന ഒരു കഥയുണ്ട്. മലയിൽ നിന്ന് 2 പിടി, കായലിൽ നിന്ന് 2 പിടി, പുഴയിൽ നിന്ന് 2 പിടി, തൊടിയിൽ നിന്ന് 2 പിടി, ഇങ്ങനെ പല സ്ഥലത്തു നിന്നും ഈ 2 പിടി പിടിച്ചിട്ട് നമ്മുടെ ഭക്ഷണ തീന്മേശയിലേക്ക് കൊണ്ടുവരണമെന്നാണ് ടോട്ടോച്ചാന്റെ ജാപ്പനീസ് സിസ്റ്റമാണ് പഠിപ്പിക്കുന്നത്. അപ്പോ അതാണ്
യഥാർത്ഥത്തിലുള്ള ഫുഡ് ഡൈവേഴ്സിറ്റി. അപ്പോൾ ഈ ആൻസൽ കീസ് കൊണ്ടുവന്ന ഈ നമ്മുടെ ആധുനിക മനുഷ്യൻ വിശ്വസിക്കുന്ന ഏറ്റവും ബാലൻസ്ഡ് ആയിട്ടുള്ള ഫുഡ് പിരമിഡൊക്കെ നമ്മൾ ഉണ്ടാക്കി ആ ഫുഡിന്റെ ന്യൂട്രീഷന്റെ എന്താണ് ഏറ്റവും വലിയ ചാലഞ്ചുകളിലൊന്ന് മൈക്രോ ന്യൂട്രിയൻ ഗ്യാപ്പുകളായിരുന്നു. പലപ്പോഴും ഡൈജസ്റ്റീവ് ഇഷ്യൂസ് ഉണ്ടാക്കിയിരുന്നു. പിന്നെ മിസ്യൂസ് ബിയോണ്ട് ഇന്റൻഡഡ് ഡ്യൂറേഷൻ. കാരണം ചെറിയ കാലഘട്ടം യുദ്ധത്തിന് വേണ്ടി മാത്രം ഉണ്ടാക്കിയത്, പക്ഷെ കാലാകാലത്തേക്ക് 10-50 വർഷമായിട്ടും രണ്ടാം ലോക യുദ്ധകാലത്ത് ഉണ്ടാക്കിയത് യുദ്ധം കഴിഞ്ഞിട്ട് 50, 60, 70 വർഷമായിട്ട് നമ്മൾ ഇന്നും 70 വർഷമായിട്ട് ഇന്നും നമ്മൾ അത് തന്നെയാണ് യൂസ് ചെയ്യുന്നത്. ഇതൊക്കെയാണ് ആൻസൽ കീസ് കൊണ്ടുവന്ന നമ്മളെല്ലാം ഇന്നും മുഖ്യധാര എന്താണ് ഡയറ്റീഷ്യൻസും വൈദ്യശാസ്ത്രത്തിന്റെ ആളുകളൊക്കെ വിശ്വസിക്കുകയും പ്രചരിപ്പിക്കുകയും ചെയ്യുന്ന ഒരു ഡയറ്റിന്റെ പിന്നാമ്പുറ കഥ ഇതാണ്. ആൻസൽ കീസിന്റെ ഭക്ഷണ പാക്കേജ് ഒരു ലോജിസ്റ്റിക് സക്സസ് ആയിരുന്നു. പട്ടാളക്കാർക്ക് ചെറിയ പാക്കേജിൽ വലിയ ഭാരമില്ലാതെ കൊണ്ടുപോകാൻ പറ്റിയിരുന്നു. ചെറിയ പാക്കേജിൽ പലതും ഉൾക്കൊള്ളാനൊക്കെ പറ്റിയിരുന്നു. പക്ഷെ ന്യൂട്രീഷൻ ഇറ്റ് വാസ് എ ഡിസാസ്റ്റർ. അതൊരു വലിയ അബദ്ധമായിരുന്നു. അങ്ങനെ ഈ ആൻസൽ കീസിന്റെ അല്ലെങ്കിൽ അതിനുശേഷം ഉണ്ടായിരിക്കുന്ന ഈ പറയുന്ന മുഖ്യധാര ഡയറ്ററി റെജിമെന്റ് പ്രോട്ടോകോളിനെ കുറിച്ച് പരിശോധിച്ചിട്ട് പല പഠനങ്ങളും ഉണ്ടായിട്ടുണ്ട്. ഈ പഠനങ്ങളെയൊക്കെ അവതരിപ്പിക്കുന്ന ചില പുസ്തകങ്ങളുണ്ട്. അതിലൊരു പുസ്തകം ഗാരി ട്യൂബസിന്റെ ഗുഡ് കാലറീസ് ബാഡ് കാലറീസ്. അതിൽ ആൻസൽ കെ സിദ്ധാന്തത്തെ കുറിച്ച് അത് ശാസ്ത്രമാണോ അബദ്ധ പഞ്ചാംഗമാണോ എന്ന് അദ്ദേഹം പരിശോധിക്കുന്നുണ്ട്. അതിന്റെ പ്രധാനപ്പെട്ട അദ്ദേഹത്തിന്റെ എന്താണ് പരാമർശങ്ങൾ എന്ന് പറയുന്നത്, ഒന്ന് ലോ ഫാറ്റ് ഹൈപ്പോത്തിസിസ്. ആൻസൽ കീസിന്റെ ഏറ്റവും ശക്തമായ ഒരു ഇത് എന്ന് പറഞ്ഞാൽ ഫാറ്റ് ഹാർട്ട് ഡയറ്റ് ഹാർട്ട് ഹൈപ്പോത്തിസിസ്. പ്രത്യേകിച്ച് സാച്ചുറേറ്റഡ് ഫാറ്റ് ഹാർട്ടിലും മെറ്റബോളിക് രോഗങ്ങൾ ഉണ്ടാക്കുന്നതിനുള്ള ഇൻഫ്ലുവൻസിനെ കുറിച്ച് വലിയ രീതിയിലാണ് ആൻസൽ കീസ് പറഞ്ഞിരുന്നത്. ആ അർത്ഥത്തിലാണ് ഇന്നും മനുഷ്യർ വിശ്വസിക്കുന്നത്. പക്ഷേ അന്ന് തന്നെ ഇറങ്ങിയ പഠനങ്ങൾ, ആൻസൽ കീസ് അടക്കം ഉൾപ്പെട്ട ചില പഠനങ്ങൾ അതിന് വിരുദ്ധമായ കാഴ്ചപ്പാടുകളും കണ്ടെത്തലുകളും നടത്തിയിട്ടും അതൊക്കെ മൂടിവെക്കുകയായിരുന്നു. പ്രത്യേകിച്ച് വലിയ ഫുഡ് കമ്പനികളുടെ താല്പര്യത്തോടു കൂടി. അപ്പോൾ ഡയറ്റ് ഹാർട്ട് ഹൈപ്പോത്തസിസ്, അപ്പോൾ അതിന് ഒരു ശക്തമായ സോളിഡ് ആയിട്ടുള്ള ഒരു സയന്റിഫിക് എവിഡൻസ് ഉണ്ടായിരുന്നില്ല. അങ്ങനെ ആവുന്നതിന് മുമ്പ് തന്നെ ഗവൺമെന്റുകൾ പോളിസിയായി അതിനെ സ്വീകരിച്ചു എന്നുള്ളതാണ്. ഈ തിയറി വന്നതോടുകൂടി ആ തിയറിയെ വാലിഡേറ്റ് ചെയ്യുന്നതിന് മുമ്പ്, പിയർ റിവ്യൂ ചെയ്യുന്നതിന് മുമ്പ്, ഈ തിയറിയെ സബ്സ്റ്റാൻഷിയേറ്റ് ചെയ്യുന്നതിന് മുമ്പ് അതിനൊരു പ്രോട്ടോകോളായി ഡിസൈൻ ചെയ്യുകയും അതിനെ ഒരു എന്താ പറയുക പോളിസിയുടെ ഭാഗമായി മാറുകയും ചെയ്യുന്നുള്ളതാണ്. അപ്പൊ അതിന്റെ ഭാഗമായിട്ട് വീക്ക് കോറിലേഷൻ പലപ്പോഴും ആൻസൽ കീസിന്റെ ഇതുണ്ടല്ലോ സ്റ്റഡീസ്, അതിന്റെ അസോസിയേഷൻ പലപ്പോഴും ഫുഡിന്റെ കൊസേഷനുമായി ബന്ധപ്പെട്ടായിരുന്നില്ല, ഫുഡിന്റെ അസോസിയേഷൻ ആയിരുന്നു. അതിന്റെ വ്യത്യാസം മനസ്സിലാക്കേണ്ടത്, നമ്മളൊരു എന്താ പറയാ ചത്തത്, അതായത് കൊളസ്ട്രോൾ ഫുഡ് കഴിക്കുമ്പോൾ ഹാർട്ട് രോഗം കൂടുന്നു. അത് ഈ ഫുഡ് കഴിച്ചത് കൊണ്ടാണോ അല്ലെങ്കിൽ വേറെ ഫാക്ടേഴ്സ് ആണോ? ഒരു എന്താണ് ബസ്സിൽ പോക്കറ്റടി നടക്കുകയാണ്, അതൊരു നാടോടി ഉണ്ടായിരുന്നു, പോക്കറ്റടി നടന്നു, നാടോടിയുണ്ട്. ഉടനെ തന്നെ നമ്മൾ നാടോടിയെ കുറ്റവാളിയായി പ്രഖ്യാപിക്കുകയാണ്. ഇത് എത്രത്തോളം വിരുദ്ധമാണ്, അതുപോലെ തന്നെ എത്രത്തോളം അധാർമികമാണ്, അതുപോലെ തന്നെ അധാർമികമാണ്. തെളിവില്ലാതെ ഫാറ്റി ഫുഡിനെ ഉടനെ നമ്മൾ പ്രഖ്യാപിക്കുകയാണ് ഫാറ്റി ഫുഡ് കാരണം കൊളസ്ട്രോൾ. യഥാർത്ഥത്തിൽ അതല്ലാത്ത ഫാക്ടറുകളെ പരിഗണിക്കുകയില്ല. അതുപോലെ 7 കൺട്രി എന്താണ് ഒരു എക്സ്പെരിമെന്റ് ഉണ്ടായിരുന്നു, 7 കൺട്രി എക്സ്പെരിമെന്റ്. അതിൽ പ്രധാനപ്പെട്ട 3 രാജ്യങ്ങളിലെ റിസൾട്ടുകൾ പൂർണ്ണമായി, അതായത് ജർമ്മനി, സ്വിറ്റ്സർലാൻഡ്, അതുപോലെ മറ്റൊരു ഫ്രാൻസ്, ഈ 3 രാജ്യങ്ങളുടെ പഠനങ്ങളെ പൂർണ്ണമായി തമസ്കരിച്ചിട്ട് ചില രാജ്യങ്ങളുടെ മാത്രം പഠനങ്ങൾ എടുത്തു വെച്ചിട്ടാണ് ഈ പറഞ്ഞ സിദ്ധാന്തങ്ങൾ കൊണ്ടുവന്നത്. അതുപോലെ കൗണ്ടർ എവിഡൻസുകൾ പലതും ഉണ്ടായിരുന്നപ്പോൾ പലതിനെയും അദ്ദേഹത്തിന്റെ കൂടുതൽ ടീമുകളും തമസ്കരിച്ചു എന്നുള്ളതാണ്. അങ്ങനെ 50-കൾ 70-കളിൽ ഒരുപാട് പഠനങ്ങൾ ഈ ലിങ്കിനെ നിരാകരിക്കുന്ന ഈ ഹാർട്ടും ഈ പറയുന്ന ഫാറ്റി ഫുഡും തമ്മിൽ അല്ലെങ്കിൽ സാച്ചുറേറ്റഡ് ഫുഡും തമ്മിൽ ബന്ധമില്ല എന്ന് തെളിയിക്കുന്ന പഠനങ്ങൾ ഉണ്ടായിട്ടും അതിനെയൊക്കെ തമസ്കരിച്ചു എന്നുള്ളതാണ് ആ കാലഘട്ടത്തിലുള്ള സംഭവം. പിന്നെ വീക്ക് എവിഡൻസും വീക്ക് കോളറേഷൻ ഉണ്ടായിട്ടും ഗവൺമെന്റുകളൊക്കെ ഇതിനെ പോളിസിയുടെ ഭാഗമായി അഡോപ്റ്റ് ചെയ്തു. അങ്ങനെ സംഭവിച്ചു. പിന്നെന്താ നടക്കുക? വലിയ ഫണ്ടിങ് അതുമായി ബന്ധപ്പെട്ട അന്വേഷണങ്ങളിലേക്ക് പോകും. പിന്നെ അന്വേഷിക്കുന്നത് ബില്യൺ കണക്കിന് ഡോളർ അന്വേഷിക്കുന്നത് ഈ പറഞ്ഞ് നേരത്തെ തീരുമാനിച്ച നമ്മളൊരു കുറ്റവാളിയെ തീരുമാനിച്ചു കഴിഞ്ഞാൽ
ആ കുറ്റവാളിയുടെ കുറ്റം തെളിയിക്കാനുള്ള എന്താണ് ഒരു വസ്തുനിഷ്ഠമായ അന്വേഷണത്തിന് പകരം നമ്മുടെ മുൻവിധികളുടെ അടിസ്ഥാനത്തിൽ ഉണ്ടാകുന്ന തെളിയിക്കലുകളും പഠനങ്ങളൊക്കെയാണ്. അവിടെ പല രീതിയിലുള്ള മുൻവിധികളും ബയാസുകളും കൺക്ലൂഷൻ ബയാസുകളും ഉണ്ടാവുന്നുള്ളതാണ്. അതാണ് നമ്മുടെ ഭക്ഷണ രീതിയുടെ വലിയ രീതിയിൽ. അതായത് നാഷണൽ പോളിസി ആദ്യം ഉണ്ടാക്കുകയും സയന്റിഫിക് ജസ്റ്റിഫിക്കേഷൻ പിന്നീട് അതിനെ ഫോളോ ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ദുരന്തമാണ്. അവിടെ ഒബ്ജക്ടിവിറ്റി ഇല്ല, തുല്യതയില്ല. നേരത്തെ ഉണ്ടാക്കിയ നമ്മൾ കുക്ക് ചെയ്ത് വെച്ച തെളിവുകളുടെ അടിസ്ഥാനത്തിലുള്ള അന്വേഷണങ്ങൾ മാത്രമാണ്. അപ്പൊ അന്വേഷണങ്ങളുടെ അലകും പിടിയും മാറിയിട്ടാണ് അതിനുശേഷം നടന്ന പല അന്വേഷണങ്ങളും പല എക്സ്പെരിമെന്റുകളുടെയും പല സ്റ്റഡീസിന്റെയും ഡിസൈൻ തന്നെ. സ്റ്റഡീസിന്റെ വലിയ പ്രശ്നം എന്താ അറിയോ? ഇതിന്റെ ഡിസൈൻസ് ആണ്. സ്റ്റഡീന്റെ ഡിസൈൻസ് നേരത്തെ പറഞ്ഞതുപോലെ നാടോടിയുടെ എന്താണ് കുറ്റം തെളിയിക്കാനാണ് നമ്മുടെ വ്യഗ്രത ഉണ്ടാവുക. അതുപോലെയാണ്. അപ്പൊ റിഫൈൻഡ് ഷുഗറിന്റെയും കാർബോഹൈഡ്രേറ്റിന്റെയും പങ്കിനെ അന്വേഷിക്കുന്ന അന്വേഷണങ്ങളും സ്റ്റഡീസും വളരെ വലിയ രീതിയിൽ പിന്നീട് ഉണ്ടായില്ല എന്നുള്ളത്. ആദ്യ വർഷങ്ങളിൽ ഉണ്ടായെങ്കിലും പിന്നീട് ഉണ്ടായില്ല. അതുപോലെ ഹിസ്റ്റോറിക് ഡിസീസ് പാറ്റേൺ ഉണ്ട്. ഷുഗർ, വൈറ്റ് ഫ്ലോർ, ഒബീസിറ്റി, ഡയബറ്റീസ്. നമ്മുടെ മൈദയുടെ കാലഘട്ടം, ഷുഗറിന്റെയും ഈ പറയുന്ന പ്രോസസ് ഫുഡിന്റെയും കാലഘട്ടവും ഫാറ്റി ഫുഡ് വളരെ വലിയ രീതിയിൽ മനുഷ്യൻ കുറക്കുകയും ഈ പറയുന്ന ഷുഗർ ഫുഡ് കൂടുകയും ചെയ്തിട്ട് ഉള്ള ഒരു കാലഘട്ടത്തിൽ ഫാറ്റി ഫുഡ് കുറച്ചിട്ടും ഒബീസിറ്റിയോ ഡയബറ്റീസോ ഹാർട്ട് ഡിസീസോ കുറഞ്ഞില്ല എന്നുള്ളതാണ്. അപ്പോൾ ഹിസ്റ്റോറിക് കോറിലേഷനും നമ്മുടെ ഡയറ്റ് പാറ്റേണും തമ്മിലുള്ള ഒരു കമ്പാരിസണിൽ നമുക്ക് വ്യക്തമായി മനസ്സിലാവുന്നത് യഥാർത്ഥത്തിൽ ഫാറ്റ് അല്ല വില്ലൻ, പലപ്പോഴും ഷുഗർ ആണ്, അല്ലെങ്കിൽ ട്രാൻസ് ഫാറ്റ് ആണ്. ഇവിടെ മനസ്സിലാക്കേണ്ടത് ഫാറ്റ് അല്ല വില്ലൻ എന്ന് പറയുമ്പോൾ ഫാറ്റ് മാത്രം കഴിക്കലാണ് ശരിയായ ഭക്ഷണ രീതി എന്നുള്ള അർത്ഥത്തിലല്ല. പക്ഷെ അവിടെ ഒരു ബാലൻസ് നമുക്ക് എവിടേക്കോ നഷ്ടപ്പെടുകയാണ്. അത് പലതരം മെറ്റബോളിക് സ്റ്റഡീസ് ഉണ്ടായിട്ടുണ്ട്. ഇൻസുലിൻ സ്പൈക്കിനെ കുറിച്ചുള്ള സ്റ്റഡീസ്, എന്താണ് ഇൻസുലിൻ റെസിസ്റ്റൻസിനെ കുറിച്ചുള്ള സ്റ്റഡീസ്, ഇതൊക്കെ അടുത്ത കാലത്ത് കൂടുതൽ ശക്തമായി ഇത്തരം സ്റ്റഡീസ് അതിൻ്റെ സാങ്കത്യങ്ങൾ മുന്നോട്ട് വരികയാണ്. അതിൻ്റെ തെളിവുകൾ നമ്മൾ കൂടുതൽ തെളിവുകൾ നമ്മൾ മുമ്പോട്ട് വരികയാണ്. അത് നല്ലൊരു കാര്യം കൂടിയാണ്. പക്ഷെ ആ ഘട്ടത്തിൽ വീണ്ടും നമ്മുടെ എന്താണ് വലിയ ഇൻഡസ്ട്രീസ് ഇത്തരം പുതിയ പഠനങ്ങളെ പോലും എന്താണ് തകിടം മറിക്കുന്ന രീതിയിലുള്ള ഇടപെടലുകൾ നടത്തും എന്നുള്ളത് വേറൊരു കാര്യം കൂടിയാണ്. അപ്പോൾ ഷുഗർ, റിഫൈൻഡ് കാർബോഹൈഡ്രേറ്റ് ആണ് യഥാർത്ഥ വില്ലൻ എന്ന് മനസ്സിലാക്കുന്ന രീതിയിലുള്ള പഠനങ്ങൾ ഒരു ഭാഗത്ത് വന്നിട്ടുണ്ട് എന്നുള്ളതാണ്. അപ്പൊ ക്വാളിറ്റി ഫാറ്റിനെ കുറിച്ചും നമ്മൾ ഇൻഡസ്ട്രിയൽ ട്രാൻസ് ഫാറ്റിനെ കുറിച്ചും നമ്മൾ തിരിച്ചറിയുക എന്നുള്ളതും കൂടി ഒരു പ്രധാനപ്പെട്ട, കാരണം ഇത് രണ്ടല്ല. ഫാറ്റ് എന്ന് പറയുമ്പോൾ നമ്മൾ കാണുന്ന ഫാറ്റുകൾ, വിപണിയിലുള്ള ഫാറ്റുകൾ പലപ്പോഴും ട്രാൻസ് ഫാറ്റുകളാണ്, ഇൻഡസ്ട്രിയലി മെയ്ഡ് ഹൈഡ്രോജനേറ്റഡ് ഫാറ്റുകളാണ്. വലിയ അബദ്ധമാണ്. അതിനൊരു ഫുഡ് എന്ന് പോലും നമുക്ക് പറയാൻ പാടില്ലാത്ത ഈ മൈദ പോലെ അല്ലെങ്കിൽ പലതരം റിഫൈൻഡ് ഷുഗർ പോലെ തന്നെ അങ്ങേയറ്റം അകറ്റപ്പെടേണ്ട സാധനമാണ്. പക്ഷേ യഥാർത്ഥ ഫാറ്റുകൾ നമ്മുടെ തീന്മേശയിൽ ഒരു കാലത്ത് ഉണ്ടായിരുന്ന, നമ്മുടെ ചുറ്റും നമ്മുടെ ഭക്ഷണത്തിന്റെ ശീലങ്ങളുടെ ഭാഗമായിരുന്ന യഥാർത്ഥ ഫാറ്റുകളെ ട്രാൻസ് ഫാറ്റിന്റെ പേരിൽ അല്ലെങ്കിൽ സാച്ചുറേറ്റഡ് ഫാറ്റിന്റെ പേരിൽ അകറ്റപ്പെട്ടു എന്നുള്ളതാണ് വലിയ ദുരന്തം. കഴിഞ്ഞ 70 വർഷത്തെ രോഗങ്ങളുടെ വലിയ ഒരു നിമിത്തം അത് തന്നെയാണ്. അതുപോലെ ഇൻസുലിൻ റെസിസ്റ്റൻസുമായി ബന്ധപ്പെട്ട വലിയ പ്രശ്നങ്ങൾ. കാരണം ഒരു സെൻട്രൽ റോളാണ് ഇൻസുലിൻ നമ്മുടെ മെറ്റബോളിസത്തിൽ. കാരണം ഒരുപാട് ഹോർമോണൽ ഡിസ്ബയോസിന്റെ അല്ലെങ്കിൽ ഹോർമോണൽ ഇംബാലൻസിന്റെ ഒരു ആക്സിയൽ റോള് പലപ്പോഴും ഇൻസുലിൻ ഇംബാലൻസിൽ ഉണ്ടാവുന്നുണ്ട്. അതുകൊണ്ട് ഇൻസുലിൻ ഇംബാലൻസിന്റെ വലിയൊരു ബാക്ക്ഗ്രൗണ്ട് ഫാക്ടറായിട്ട് വരുന്നത് നമ്മുടെ ഡയറ്റിലുള്ള ഹൈ ഷുഗർ കണ്ടന്റ് തന്നെയാണ്, അല്ലെങ്കിൽ ഹൈ കാർബോഹൈഡ്രേറ്റ് കണ്ടന്റ് തന്നെയാണ്. അപ്പൊ ഇൻസുലിൻ ഹൈപ്പോസിസിസ് ആണ് ഇന്നത്തെ ഗ്ലോബൽ ഒബീസിറ്റി പാറ്റേണിലേക്ക് ഏറ്റവും നല്ല മാച്ച് എന്നുള്ളത് കൂടി നമ്മൾ ഓർക്കേണ്ടതാണ്. അപ്പോ മറ്റൊരു കാര്യം, ഒബിസിറ്റി എപ്പിഡമിക് ഒരു ഭാഗത്ത് വല്ലാണ്ട് കൂടുമ്പോൾ ഈ പറയുന്ന ഗൈഡ് ലൈനിൽ യാതൊരു മാറ്റം വരാതിരിക്കുകയും ഫുഡ് മാനുഫാക്ചറേഴ്സ് എന്താ ചെയ്തിരിക്കുന്നത്, കൊഴുപ്പിനെ മാറ്റി പകരം ഷുഗർ, കോൺ സിറപ്പ്, സ്റ്റാർച്ച്, പലതരം ഫ്ലേവറുകൾ, പലതരം അഡിറ്റീവുകൾ, പലതരം കളറിങ് ഏജന്റുകൾ, അവസാനം ലോ ഫാറ്റ് മാത്രം ബാക്കിയായി. ബാക്കി എല്ലാ അരുതായ്മകളും ഭക്ഷണത്തിന്റെ പ്രധാനപ്പെട്ട ഭാഗമായി മാറുകയും ചെയ്തു. അപ്പൊ ആരൊക്കെയാണ് ഇതിന്റെ ഈ കുളം കലക്കി മീൻ പിടിക്കുന്നതിന്റെ വലിയ ആശാന്മാരെന്ന് പറയുന്നത്? തീർച്ചയായും വലിയ ഫുഡ് കമ്പനികൾ തന്നെയാണ് ഏറ്റവും മുമ്പിലുള്ളത്. ഇന്നത്തെ ഈ കൺഫ്യൂഷൻ, നമ്മൾ ഫുഡ് ഡിലമ എന്ന് പറയുമ്പോൾ ചിലർക്ക് അതിനെ കൊണ്ട് കാര്യമുണ്ടെന്നുള്ളതാണ്. ആർക്കൊക്കെയോ മെച്ചമുണ്ട്, ആർക്കൊക്കെയോ അതിൽ നിന്ന് ഗുണങ്ങളും ലാഭങ്ങളും ഉണ്ട്.
പ്രധാനപ്പെട്ട കുളങ്കലക്കികളിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ബിഗ് ഫുഡ് കോർപ്പറേഷൻസ് തന്നെയാണ്. നെസ്ലെ, ക്രാഫ്റ്റ്, പെപ്സി കമ്പനി, കൊക്കോകോള, യൂണിലിവർ, അവരുടെ അഗ്രസീവ് മാർക്കറ്റിങ്ങുകൾ. അതുപോലെ ഫാസ്റ്റ് ഫുഡ് ജയന്റുകളുണ്ട്, മക്ഡൊണാൾഡ്സ്, സബ്വേ, KFC, ഡോമിനോസ് പിസ്സ, പിസ്സ ഹട്ട്, ഇങ്ങനെ ഒരുപാട് വലിയ വലിയ ഗ്ലോബൽ ബ്രാൻഡുകൾ. അത് പടിഞ്ഞാറിന്ന് കിഴക്കോട്ടേക്കാണ് ഈ ബ്രാൻഡുകളൊക്കെ വന്നിരിക്കുന്നത്. നമ്മുടെ ഇവിടെ ഇന്ത്യയിൽ ഒരു വലിയൊരു ബ്രാൻഡ് ഉണ്ടായിട്ട് പടിഞ്ഞാറോട്ട് ഒഴുകി പോയിട്ടില്ല. ഇതുകൂടി നമ്മൾ മനസ്സിലാക്കണം. മറ്റൊന്ന് ന്യൂ ഏജ് ഹെൽത്ത് വാഷിംഗ് ബ്രാൻഡുകൾ. ഹെൽത്ത് വാഷിംഗ് എന്നുള്ള ഒരു ടെർമിനോളജി നമ്മൾ പഠിക്കണം. ഹെൽത്ത് വാഷിംഗ് എന്ന് പറഞ്ഞാൽ ഹെൽത്തിനെ കുറിച്ച് വലിയ വായിൽ പറയുകയും എന്നാൽ ഒരു പിണ്ണാക്കും ഇല്ലാത്ത അവസ്ഥ, അതാണ് ഹെൽത്ത് വാഷിംഗ്. നമ്മൾ വലിയ വലിയ പ്രോട്ടീൻ ബാറുകളെ കുറിച്ച് പറയുന്നു, എനർജി ഡ്രിങ്കുകളെ കുറിച്ച് പറയുന്നു. ഇതായത് ഹെൽത്ത് വാഷ് പ്രോഡക്റ്റുകളാണ്, ബ്രാൻഡുകളാണ്. പിന്നെ വലിയൊരു കാര്യം സപ്ലിമെന്റ്സും ന്യൂട്രാസ്യൂട്ടിക്കൽസും. നമ്മൾ ഇന്നത്തെ യൂട്യൂബിലൊക്കെ നിങ്ങൾ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് തലങ്ങും വിലങ്ങും വീഡിയോകൾ കാണാം. ആ സപ്ലിമെന്റ്, ഈ സപ്ലിമെന്റ്, കാടടച്ച് സപ്ലിമെന്റ്. ഇത് നമ്മൾ കേരളത്തിന്റെ മുക്കുകളിലും മൂലകളിലും ന്യൂട്രീഷൻ കമ്പനികളാണ്. എല്ലാ ചാത്തപ്പനും എല്ലാ അണ്ടനും അടകോടനും അവിടെ ന്യൂട്രീഷൻ ഡോക്ടർമാരാണ്. വായി തോന്നുന്നതൊക്കെ കോതക്ക് പാട്ടാണ്. ഇങ്ങനെയുള്ള ഒരു ന്യൂട്രീഷൻ അതിന്റെ യഥാർത്ഥ രീതിയിൽ സപ്ലിമെന്റുകൾ ഉപയോഗിക്കുകയാണെങ്കിൽ, അതിന്റെ സയൻസ് മനസ്സിലാക്കി സൂക്ഷ്മതയോടെ, അതൊരു ഒരു സർജന്റെ കത്തി പോലെ ഉപയോഗിക്കേണ്ടതാണ് പല സപ്ലിമെന്റ്സും. നമ്മുടെ ചില മരുന്നുകൾ അതുപോലെയല്ലേ, നമ്മുടെ ചില മരുന്നുകളൊക്കെ നമ്മൾ സർജൻസ് നൈഫ് എന്നൊക്കെ പറയാം. അതുപോലെ സൂക്ഷ്മതയോട് ഉപയോഗിക്കേണ്ട സപ്ലിമെന്റുകൾ ഇന്ന് ഏത് കട്ടുമുക്കിലും ഏത് മുക്കിലും ആളുകൾ, ലാടന്മാർ കൈകാര്യം ചെയ്യുന്ന ഒരു വസ്തുവായി മാറിയിരിക്കുകയാണ്. മറ്റൊരു വിഭാഗം സോഷ്യൽ മീഡിയയിലെ ഇൻഫ്ലുവൻസേഴ്സ് ആണ്. കീറ്റോ കോച്ചുകൾ, ഡിറ്റോക്സിന്റെ, കാർണിവോർ ഇവാഞ്ചലിസ്റ്റുകൾ, എക്സ്പേർട്ടുകൾ, അങ്ങനെ ഒരുപാട് ആളുകൾ അവിടെ വാളെടുത്തവരൊക്കെ വെളിച്ചപ്പാടാവുന്ന ഒരു കഥയാണ് നമ്മൾ ഈ പറയുന്ന ഓൺലൈനിൽ കാണുന്നത്. അതുപോലെ ഇന്നത്തെ വേറൊരു സംഭവം ഫുഡ് ആപ്പ്, ഡെലിവറി ആപ്പുകൾ. ഈ ഫുഡ് ഡെലിവറി ആപ്പുകൾ നമ്മുടെ ഭക്ഷണ രീതിയിൽ ഉണ്ടാക്കിയ ഇമ്പാക്റ്റുകളെ കുറിച്ച് പഠിക്കാൻ ശ്രമിച്ചാൽ നമ്മൾക്ക് വളരെ ഞെട്ടിക്കുന്ന കണക്കുകളാണ് അതിലുണ്ടാവുക. അത് സൊമാറ്റോ, സ്വിഗ്ഗി, ഊബർ ഈറ്റ്, ഇത് വന്നതിന് ശേഷം മിക്കവാറും വീടുകളിൽ ഡിന്നർ പുറത്തുനിന്നായിരിക്കും. അത് വളരെ വ്യാപകമാണ്, പ്രത്യേകിച്ച് സിറ്റികളിൽ. കേരളത്തിൽ അത് ഇപ്പോഴും അത്രത്തോളം എനിക്ക് വന്നിട്ടുണ്ടോ എന്ന് അറിയില്ല. ഇപ്പം ഗൾഫ് രാജ്യങ്ങളിൽ, മേജർ സിറ്റികളിൽ, ഇന്ത്യയിൽ തന്നെ മേജർ സിറ്റികളിൽ ഈ ഡെലിവറി ആപ്പുകൾ വന്നതിന് ശേഷം ഡിന്നർ ഈസ് ഓൾമോസ്റ്റ് ഫ്രം ഔട്ട്സൈഡ്. ഇതൊരു റിയാലിറ്റിയായി മാറിയിരിക്കുകയാണ്. പിന്നെ ഒന്ന് AI അഡ്വർടൈസ്മെന്റുകൾ, പുതിയ അൽഗോരിതങ്ങൾ, പുതിയ ഇമോഷണൽ പാറ്റേൺസ് മനസ്സിലാക്കിയിട്ടുള്ള ഫുഡിന്റെ പുഷിങ്ങുകൾ. പറഞ്ഞു കഴിഞ്ഞാൽ ലേറ്റ് നൈറ്റ് ആവുമ്പോൾ മനുഷ്യനുണ്ടാവുന്ന ചില ഹങ്കറുകളുണ്ട്, ലേറ്റ് നൈറ്റ് ഹങ്കർ എന്ന് പറയും. ബോറടിക്കുമ്പോൾ നമ്മുടെ പാറ്റേൺ, നമ്മുടെ എനർജി ലെവലൊക്കെ ഈ പറയുന്ന AIക്ക് പിടിച്ചെടുക്കാൻ പറ്റും. നമ്മുടെ ഫേസിന്റെ ജസ്റ്റേഴ്സ്, നമ്മുടെ എനർജി ലെവലുകളൊക്കെ നമ്മുടെ വാച്ചുകൾക്കും നമ്മുടെ ഫോണുകൾക്കും എല്ലാത്തിനും നമ്മളെ മനസ്സിലാക്കാൻ പറ്റും. അതനുസരിച്ച് ഫുഡുകളുടെ പരസ്യങ്ങൾ വരുന്ന മാറ്റങ്ങൾ, അത് ബോർഡം, സ്ട്രെസ് വരുമ്പോൾ, ഇതൊക്കെ നമ്മളെ കുറിച്ച് നമ്മളെക്കാൾ നന്നായി അറിയുന്നവരാണ് നമ്മുടെ ശരീരത്തിലുള്ള ഈ പറയുന്ന ഗാഡ്ജറ്റ്സുകൾ, പല ഡിവൈസുകളും. അപ്പൊ അതിലൂടെ നമ്മുടെ ഇമോഷണൽ പാറ്റേൺ, എനർജി ലെവലിന്, നമ്മുടെ സിർക്കേഡിയൻ റിതത്തെയൊക്കെ പാറ്റേണിനൊക്കെ മനസ്സിലാക്കിയിട്ട് പലതരം പരസ്യങ്ങളും ഫുഡുകളും നമ്മളുടെ മുമ്പിലേക്ക് തള്ളിവിടുന്ന ഡിജിറ്റൽ മാനിപ്പുലേഷനും കൂടി ഒരു ഭാഗത്ത് നടക്കുകയാണ്. അതുകൊണ്ട് തന്നെ നാച്ചുറൽ ഹങ്കറിനേക്കാളും ഇത്തരം ഡിജിറ്റൽ മാനിപ്പുലേഷനാണ് നമ്മുടെ ഫുഡിനെ നിയന്ത്രിക്കുന്നത് എന്നുള്ളത് കൂടിയാണ്. ഇവിടെ നമ്മൾ 8 കാർഡിനൽ റൂളുകൾ, ശരിയായ ഭക്ഷണ രീതി ശീലങ്ങളെ കുറിച്ച് ചുരുക്കി പറയുകയാണ്. ശരിയായ ഭക്ഷണ രീതിന്റെ 8 കൽപ്പനകൾ എന്തൊക്കെയാണത്? ഈറ്റ് ഒറിജിനൽ, ശരിയായ ഫുഡ് കഴിക്കുക. അതായത് പലപ്പോഴും അതിന്റെ നാച്ചുറൽ ഫോം, ഫ്രഷ് ആയിരിക്കണം, ഹോൾ ആയിരിക്കണം, പൂർണ്ണമായിരിക്കണം, അൺപ്രോസസ്ഡ് ആയിരിക്കണം. പ്രോസസ് ഫുഡിന്റെ ക്ലാസിഫിക്കേഷനെ കുറിച്ചൊക്കെയുള്ള ഒരു സയൻസ് ഉണ്ട്. പിന്നൊരു ക്ലാസ്സിൽ നമുക്കത് പറയാം. പിന്നെ ഷോർട്ട് ഫാം ടു ഫോക്ക്, നമ്മുടെ തീൻമേശയിൽ നിന്ന് അതിന്റെ ഫാമിൽ നിന്നുള്ള ദൂരം, ഫാം ടു ഫോക്ക് ഡിസ്റ്റൻസ് എന്ന് പറയാം. അതായത് നമ്മുടെ ബ്രസീലിൽ ഉണ്ടാക്കുന്ന ചിക്കൻ അല്ലെങ്കിൽ ബീഫ് കേരളത്തിലേക്ക് വരുന്നതാണ് നമ്മുടെ ഇന്നത്തെ യാഥാർത്ഥ്യം പലപ്പോഴും. അല്ലെങ്കിൽ ദുബായിലൊക്കെ അങ്ങനെയാണ്. ദുബായിൽ മിക്കവാറും ബീഫൊക്കെ ബ്രസീലിൽ നിന്നൊക്കെയാണ് വരുന്നത്, അല്ലെങ്കിൽ മറ്റു രാജ്യങ്ങളിൽ. അപ്പോൾ ഫാം ടു ഫോക്ക് ഡിസ്റ്റൻസിന്റെ ദൂരം കുറയ്ക്കുക എന്നുള്ളത്, അതായത് ഫ്രഷ് ആയിരിക്കാൻ, ന്യൂട്രിയന്റ് കൂടാൻ,
ഈ പറയുന്ന രീതിയിലുള്ള ട്രാൻസ്പോർട്ടേഷനിലൂടെയൊക്കെ പലതരം ന്യൂട്രീഷണൽ ഡിപ്ലീഷൻ നടക്കുന്നു. അപ്പൊ ഫാം ടു ഫോർക്ക് ഡിസ്റ്റൻസ്, ഡൈവേഴ്സിറ്റിയുടെ പ്രശ്നം, റൊട്ടേഷന്റെ പ്രശ്നം. നമ്മൾ സ്റ്റാപ്പിൾ ഫുഡിലേക്ക് വന്നപ്പോൾ തന്നെ നാഗരികതയുടെ ഓരോ ഘട്ടത്തിലും നമ്മൾ താഴോട്ട് വന്നു എന്ന് ഞാൻ പറഞ്ഞു. പക്ഷെ കഴിഞ്ഞ 70 വർഷങ്ങൾ, അല്ലെങ്കിൽ കഴിഞ്ഞ 20 വർഷങ്ങൾ, കഴിഞ്ഞ 10 വർഷങ്ങൾ, പ്രത്യേകിച്ച് കഴിഞ്ഞ 5 വർഷങ്ങൾ വലിയ 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 രീതിയിലുള്ള മാറ്റങ്ങൾ, നൂറ്റാണ്ടുകളോ അല്ലെങ്കിൽ മില്യനുകൾ വർഷങ്ങൾ കൊണ്ട് മാറാത്ത കാര്യങ്ങളാണ് 5 വർഷം കൊണ്ട് മാറിയിരിക്കുന്നത്. അപ്പൊ ഫുഡ് ഡൈവേഴ്സിറ്റിയും റൊട്ടേഷന്റെയും കാര്യത്തിലുള്ളായിരിക്കുന്ന അപകടങ്ങൾ. മറ്റൊന്ന്, സേവ് ദ റെയിൻബോ, അതായത് കളർഫുൾ വെജിറ്റബിൾ, കളർഫുൾ ഫ്രൂട്ടുകൾ. പ്രകൃതി അങ്ങനെയാണ് ഉണ്ടായിരിക്കുന്നത്. പ്രകൃതിയിൽ നിങ്ങൾ ഫ്രൂട്ടുകളെ നോക്കൂ, വയലറ്റ്, ഓറഞ്ച്, മജണ്ട, ഗ്രീൻ, റെഡ്, വൈവിധ്യങ്ങളുടെ എല്ലാ വൈവിധ്യങ്ങളും, വർണ്ണങ്ങളുടെ എല്ലാ വൈവിധ്യങ്ങളും പ്രകൃതിയിൽ ഉണ്ട്. അത് പച്ചക്കറിയിലായിക്കോട്ടെ, ഫ്രൂട്ട്സിലായിക്കോട്ടെ, മറ്റു മൃഗങ്ങളിലായിക്കോട്ടെ. ഈ വൈവിധ്യം നമ്മുടെ ഭക്ഷണത്തളികളിൽ വരണം എന്നുള്ളതാണ്. അതുപോലെ പോഷൻ വിസ്ഡം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പലപ്പോഴും എന്താണ്, വയറ് നിറച്ച് കഴിക്കുക എന്നുള്ള ഒരു ഇതുണ്ട്. സമയത്ത് നമ്മൾ വളരെ സ്പീഡിലാണ്, മനുഷ്യൻ വളരെ സ്പീഡിലാണ് ജീവിക്കുന്നത്. എന്താണ്, നല്ലൊരു പുസ്തകമുണ്ട്, എന്താ പറയാ, ഇൻ പ്രൈസ് ഓഫ് സ്ലോനെസ്. അപ്പോൾ അത്തരം ഇൻ പ്രൈസ് ഓഫ് സ്ലോനെസ് ഒരു നല്ലൊരു പുസ്തകമാണ്. അപ്പം ഇതൊക്കെ നമ്മൾ പഠിക്കേണ്ട കാര്യങ്ങൾ. മൈൻഡ്ഫുൾ ഈറ്റിംഗ് 32 പ്രാവശ്യം, 23 പ്രാവശ്യം, പലതരം ഫുഡുകൾക്ക് പലതരം ച്യൂയിങ് എന്താണ് ഡ്യൂറേഷൻ ആണ്. മിക്കവാറും ഫുഡുകൾ ഒരു 18 പ്രാവശ്യം ചവച്ചിരിക്കണം എന്നുള്ളതാണ്. സോഫ്റ്റ് ഫുഡ് ആണെങ്കിൽ പോലും. ഹാർഡ് ഫുഡ് ആണെങ്കിൽ 30 പ്രാവശ്യവും 32 പ്രാവശ്യം നമ്മൾ ചവച്ചിരിക്കണം. അതിന് ഉണ്ടാകുന്ന ഒരുപാട് മെച്ചങ്ങൾ വേറെയുണ്ട്. അതുപോലെ പ്ലേറ്റ് ബാലൻസ്, വെജീസിന്റെ, പ്രോട്ടീൻസിന്റെ, ഹോൾ ഗ്രെയിനിന്റെ, ഹെൽത്തി ഫാറ്റിന്റെ, ഫൈബറിന്റെ, അതിന് ഒരു ഹാർമണി ഉണ്ടാവുക എന്നുള്ളത്. അതുപോലെ 7ാമത്തെ കാര്യം, റെസ്പെക്ട് ടൈം ആൻഡ് റിതം. നമ്മൾ മുമ്പൊരു ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ട് നമ്മുടെ ബോഡിയുടെ റിതത്തിനെ കുറിച്ച്, നമ്മുടെ സിർക്കേഡിയൻ റിതത്തിനെ കുറിച്ച്, നമ്മുടെ ക്രോണോടൈപ്പിനെ കുറിച്ച്, നമ്മുടെ ബോഡിയുടെ ബയോളജിക്കൽ എന്താണ് റെസൊണൻസിനെ കുറിച്ച്. അപ്പം അതനുസരിച്ച് ലേറ്റ് നൈറ്റ് ഫുഡ് കഴിക്കാതിരിക്കുക. കാരണം സൂര്യനും ഫുഡും തമ്മിൽ നമ്മുടെ ബന്ധമുണ്ട്. സൂര്യനാണ് എല്ലാ ഫുഡിന്റെയും സോഴ്സുകൾ. അപ്പൊ സൂര്യൻ, നമ്മുടെ മെറ്റബോളിക് ആക്ടിവിറ്റി, നമ്മുടെ ഫുഡിന്റെ ആക്ടിവിറ്റി, ഇതൊക്കെ നമ്മൾ സിങ്ക്രണൈസ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് കൂടുതൽ ആരോഗ്യത്തോടെ ജീവിക്കാൻ പറ്റും. അതുപോലെ വേറൊരു പ്രധാനപ്പെട്ട ഒരു കാര്യം, ഒന്നിച്ച് കഴിക്കുക, ഭക്ഷണം കഴിക്കുമ്പോൾ ഗ്രാറ്റിറ്റ്യൂഡ് ഉണ്ടാവുക, പതിയെ കഴിക്കുക, ഭക്ഷണത്തെ ആസ്വദിക്കുക, അതുപോലെ ഭക്ഷണം കഴിക്കുമ്പോൾ ഷെയർ ചെയ്യുക. ഇങ്ങനെയുള്ള മൂല്യങ്ങൾ, ഇങ്ങനെയുള്ള മനോഹരമായ മൂല്യങ്ങളിലൂടെ നമുക്ക് ഭക്ഷണത്തിന്റെ ഏറ്റവും നല്ല എന്താണ് യാഥാർത്ഥ്യങ്ങളിലേക്ക് നമുക്ക് എത്താൻ പറ്റും എന്നുള്ളതാണ് ഭക്ഷണ രീതിയെക്കുറിച്ച് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഈ വിഷയത്തെക്കുറിച്ച് എന്തെങ്കിലും ചോദിക്കാനുണ്ടെങ്കിൽ നമുക്ക് ചോദിക്കാവുന്നതാണ്, ഡിസ്കസ് ചെയ്യാവുന്നതാണ്. താങ്ക് യു സോ മച്ച് ഫോർ ലിസണിങ് ടു മീ. ഓക്കെ, താങ്ക് യു ഡോക്ടർ. ഡോക്ടർ മനുഷ്യനുണ്ടായ കാലം മുതൽ ഇന്ന് വരെയുള്ള മനുഷ്യന്റെ ഒരു ഫുഡ് സ്റ്റൈലിനെ കുറിച്ച് വളരെ വ്യക്തമായിട്ട് തന്നെ ഡോക്ടർ പറഞ്ഞു തന്നു. സത്യത്തില് ഈ പൂതനയുടെ പാൽ പോലെ തന്നെയാണ് ഇന്നത്തെ നമ്മുടെ ഭീമൻ കമ്പനികൾ നമ്മളെ വിഴുങ്ങിക്കൊണ്ടിരിക്കുന്നത്. പക്ഷെ നമ്മളത് അറിയുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ വാസ്തവം. ശരിയാണ്, നാഗരികമായിട്ട് നമ്മൾ ഒരുപാട് ഉയരുമ്പോൾ ബയോളജിക്കലി നമ്മൾ താഴേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഡോക്ടർ അതിലൂടെ തന്നെ നമ്മുടെ മെറ്റബോളിസം തെറ്റുന്നതിനെ പറ്റിയും അതുപോലെ തന്നെ നമ്മുടെ ഈ ഹോർമോൺ ഇംബാലൻസിനെ കുറിച്ചൊക്കെ പറയുകയുണ്ടായി. ഞാനിവിടെ വായിച്ചൊരു കാര്യമാണ് ഈ ചിക്കൻ ഇപ്പോഴത്തെ ഒരു 20 ദിവസം കൊണ്ടൊക്കെ ഒരു ഫുൾ ചിക്കൻ നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ കഴിയുന്നുണ്ടെന്ന്. അത് കഴിക്കുന്നതോടെ തന്നെ പെൺകുട്ടികൾ ഉൾപ്പെടെ ഈ ഹോർമോണൽ ഇംബാലൻസ് സംഭവിക്കുന്നതായിട്ടും ഈ അവർക്ക് ഈ പ്രായപൂർത്തിയാവുക എന്ന് പറയുന്നത് 10 താഴെയുള്ള സമയത്ത് തന്നെ സംഭവിക്കുന്നു എന്നൊക്കെയുള്ള ഒരു പഠനത്തിലേക്ക് എത്തിച്ചേർന്നിട്ടുണ്ട്. അപ്പൊ അതുപോലെ ഇപ്പം അവസാനം പറഞ്ഞൊരു പോയിന്റ് എന്ന് പറയുന്നത് ഈ ശരിയായ ഭക്ഷണത്തിന്റെ 8 ശീലങ്ങൾ. ഏറ്റവും അവസാനം പറഞ്ഞ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു പോയിന്റ് ആണ്. അതായത് ഈ ഗ്രാറ്റിറ്റ്യൂഡോടുകൂടി ഇന്ന് നമുക്ക് ഭക്ഷണം കഴിക്കാൻ കഴിയുന്നുണ്ടോ, ഒരുമിച്ചിരുന്ന് ആഹാരം കഴിക്കാൻ കഴിയുന്നുണ്ടോ, അതുപോലെ തന്നെ അത് ആസ്വദിച്ച് കഴിക്കാൻ കഴിയുന്നുണ്ടോ. എല്ലാവരും ഫോണും മൊബൈലും ഒക്കെ വാച്ച് ചെയ്തുകൊണ്ടാണ് ഈ ഭക്ഷണം കഴിക്കുന്നത് തന്നെ. അതിൻ്റെതായിട്ടുള്ള പ്രശ്നങ്ങൾ നമ്മളിൽ ഉണ്ടാകുന്നു. ചിലപ്പോൾ ഏതെങ്കിലും ഒരു എന്താ പറയാ വയലൻസ് നിറഞ്ഞ ഒരു വീഡിയോ കണ്ടുകൊണ്ടായിരിക്കാം നമ്മൾ ആ ആഹാരം കഴിക്കുന്നത് തന്നെ. അപ്പൊ അതിൻ്റെതായിട്ടുള്ള പ്രശ്നങ്ങൾ നമ്മുടെ മൈൻഡിലുണ്ടാവുമ്പോൾ നമ്മുടെ ശരീരത്തിൽ ഉണ്ടാവുന്നു എന്നുള്ളതാണ്. എന്തായാലും 5 മിനിറ്റ് കൂടി നമുക്കുള്ളൂ. ആർക്കെങ്കിലും എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ചോദിക്കാം. ഡോക്ടർ ധനേഷ്. തീന്മേശയിൽ എന്തൊക്കെ ആവാം, എന്തൊക്കെ ആവരുത്, എപ്പോഴൊക്കെ എന്തൊക്കെ മാറ്റങ്ങൾ വരുത്തണം എന്നതിനെ കുറിച്ചും
അത് ഭാവി തലമുറയ്ക്കും പ്രസന്റ് തലമുറയ്ക്കും എന്തെല്ലാം പ്രശ്നങ്ങളാണ് ഉണ്ടാക്കുന്നതിനെ കുറിച്ചും, എന്നാൽ പണ്ട് കാലത്ത് മനുഷ്യർ എങ്ങനെയാണ് ജീവിച്ചതെന്നും അവർക്ക് എന്തുകൊണ്ട് ഇപ്പോഴുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടായില്ല എന്ന കാര്യങ്ങളും ഒക്കെ വിശദീകരിച്ചുകൊണ്ടുള്ള ഒരു അടിപൊളി സെഷനായിരുന്നു ഇത്. തീർച്ചയായും വ്യത്യസ്തതയിൽ യിൽ നിന്ന് വ്യത്യസ്തതയിലോട്ടുള്ള ഒരു യാത്ര അല്ലെങ്കിൽ ഒരു പ്രയാണത്തിലാണ് ഡോക്ടർ നജീബ് എന്ന് വേണേൽ പറയാം. കാരണം നമ്മളെ എല്ലാവരെയും വേറൊരു തലത്തിൽ കൊണ്ട് ചിന്തിക്കുന്നതിനും ചിന്തിപ്പിക്കുന്നതിനും, എന്നാൽ എല്ലാവരും ദൈനംദിന കാര്യങ്ങളിൽ പറയുന്ന കൊളസ്ട്രോൾ ആണ് വില്ലൻ എന്ന് പറഞ്ഞ് പറഞ്ഞ് ഇന്നിപ്പോൾ ലോകത്തിലെ ഏറ്റവും വലിയ കച്ചവട തന്ത്രമായി മാറിയിരിക്കുകയാണ് കൊളസ്ട്രോൾ. നമുക്ക് എല്ലാവർക്കും അറിയാം. എത്ര പേർക്കാണ് ഇപ്പൊ ഇന്ന് നിരന്തരം സ്ട്രോക്കും അറ്റാക്കും വരുന്നത്? ഇവരിൽ എത്ര പേർക്കാണ് കൊളസ്ട്രോൾ കൂടുതലുള്ളത്? വളരെ വളരെ ചുരുക്കം പേർക്കാണ്. എന്നാൽ ഈ സംഭവം ഇല്ലാത്ത ഒത്തിരി മനുഷ്യർക്ക് ഇതുണ്ടാകുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇപ്പൊ പുതിയ തിയറി ആയിട്ടാണ് രംഗത്ത് പ്രവേശനം ചെയ്തത്. കൊളസ്ട്രോൾ അല്ല വില്ലൻ, വേറൊരാളാണെന്ന്. ഞാൻ അയാളെ കുറിച്ച് ഇനി പറയുന്നില്ല, കാരണം അത് പറഞ്ഞാൽ ഇനി ആൾക്കാരെല്ലാം ഓടി അത് ടെസ്റ്റ് ചെയ്യാൻ തുടങ്ങും. ഈ ടെസ്റ്റിംഗ് എന്ന് പറഞ്ഞ മാസ്മരിക ലോകത്തോട്ട് മനുഷ്യനെ ആകർഷിച്ച് കൊണ്ടുപോകുന്നതിന് ഉള്ള ഓരോ ശ്രമങ്ങളാണ്. യഥാർത്ഥത്തിൽ അവൻ ഈ തീൻമേശ ഒന്ന് ക്രമീകരിക്കുകയും തീൻമേശയ്ക്കുള്ള സമയമൊക്കെ ഏകദേശം ഈ സൂര്യനെ പോലെ ഒന്ന് നിശ്ചയിക്കുകയും ഒരു കൃത്യസമയം, അതായത് സൂര്യൻ രാവിലെ 6:06 വരുന്നു, മുമ്പിലാൻ ഒരു 6:06 കിടക്കാൻ പോകുന്നു എന്ന് പറയുന്ന പോലെ നമ്മളുടെയും ഭക്ഷണക്രമം ആ രീതിയിലൊന്ന് അടുക്കി പെറുക്കി കൊണ്ടുപോവുകയാണെങ്കിൽ ഈ പറഞ്ഞ വില്ലന്മാരെയൊക്കെ നമുക്ക് ഒഴിവാക്കാം. എന്ന് വെച്ച് ഭക്ഷണം ആസ്വദിച്ച് കഴിക്കാതിരിക്കേണ്ട ഒരു കാര്യവുമില്ല. നമുക്ക് എന്തും കഴിക്കാം, പക്ഷെ അത് നമ്മുടെ സമയത്തിന് ഉതകുന്ന സമയത്തായിരിക്കണം. രാവിലെയും ഉച്ചയ്ക്കൊക്കെ നമ്മൾ എന്ത് കഴിച്ചാലും അതൊക്കെ ദഹിക്കും. പക്ഷെ ഈ പറഞ്ഞ പോലെ വിഷം കലർന്ന സാമഗ്രികളുള്ള ആ, ഇപ്പോഴത്തെ കുപ്പിയിൽ വരുന്ന വീഞ്ഞ് പോലെ തന്നെയുള്ള സാധനങ്ങളൊന്നും നമ്മൾ മേടിച്ച് കഴിക്കാതെ നമുക്ക് ചുറ്റുവട്ടത്തുള്ള ഏത് സാധനവും നമുക്ക് ജ്യൂസായിട്ടോ അവിയലായിട്ടോ സാമ്പാറായിട്ടോ അല്ലെ മീൻകറിയായിട്ടോ ഏത് മീനും കഴിക്കാം, ഏത് ഇറച്ചിയും കഴിക്കാം നമ്മുടെ നാട്ടിൽ കിട്ടുന്ന. പക്ഷെ ഈ പറഞ്ഞ പോലെ വരുത്തനെ കൊണ്ടുവന്ന് കഴിച്ചു കഴിയുമ്പോൾ അവൻ നമ്മളുടെ ഉള്ളിലും ഈ വരുത്തന്മാരെ ഉണ്ടാക്കും. ആ വരുത്തന്മാരാണ് ഇന്ന് ഏറ്റവും വലിയ മറ്റൊരു കച്ചവടമായ ക്യാൻസറായി മാറുന്നത്. ഭക്ഷണത്തിനെയാണ് എല്ലാവരും കുറ്റം പറയുന്നതെങ്കിലും ഭക്ഷണമല്ല അവിടുത്തെയും വില്ലൻ. നമ്മുടെ ഈ ആർത്തിയാണ്, നമ്മുടെ മനസ്സിൻ്റെ സ്വസ്ഥതക്കേടാണ്. ഇതെല്ലാമാണ് ക്യാൻസറിൻ്റെ അടിസ്ഥാന കാരണം. പക്ഷെ ഇപ്പോഴും എല്ലാവരും പറയുന്നത് ഈ തീന്മേശയിലെ കുറ്റങ്ങളാണ്. പക്ഷെ തീന്മേശ നമുക്ക് ആസ്വദിക്കേണ്ടത് തന്നെയാണ്, അത് ആസ്വദിക്കാവുന്നതാണ്, ആസ്വദിക്കേണ്ടതുമാണ്. ഇത്രയാണ് ഈ സെഷനിൽ എനിക്ക് പറയാനുള്ളത്. അതല്ലേ ഓക്കെ, വേറെ അതിഗംഭീരമായിരുന്നു. ഓക്കെ ഡോക്ടർ. 2 മിനിറ്റ് കൂടെ നമുക്ക് ഉള്ളൂ. ആർക്കെങ്കിലും എന്തെങ്കിലും ഒന്ന് ചോദിക്കണമെങ്കിൽ ചോദിക്കാം. ഡൗട്ട് എന്തെങ്കിലും വേണുഗോപാൽ ഉണ്ടെങ്കിൽ. ഡോക്ടറുണ്ട്, ഹരിഹരൻ സാറുണ്ട്, ഇവരെയൊക്കെ ഒന്ന് വിളിക്കാവുന്നതാണ്. ഹരിഹരൻ ഡോക്ടർ. നജീബ് ഡോക്ടറുടെ ഒരു എവിടെ പ്രസന്റേഷൻ ഉണ്ടെങ്കിലും സാറ് കേൾക്കാറുണ്ട്. വേണുഗോപാൽ ഡോക്ടർ ഉണ്ടോ? സംസാരിക്കുന്നുണ്ട്. ഹാൻഡ് റൈസ് ചെയ്യാമോ? അല്ല ആരെങ്കിലും സാറ്, സംസാരിക്കുന്നുണ്ടെങ്കിൽ. ഞാൻ മ്യൂട്ടാക്കിയിട്ടുണ്ട് സാറ്. ഉണ്ടോ? ഓക്കെ ഓക്കെ. സാർ കേൾക്കുന്നില്ല സാർ. അൺമ്യൂട്ട് ചെയ്യണം. വേണുഗോപാൽ ഡോക്ടർ സംസാരിച്ചു. ഡോക്ടർ ഒന്ന് അൺമ്യൂട്ട് ചെയ്യാം. അൺമ്യൂട്ട് ചെയ്യും. കേട്ടോ? കേൾക്കാവോ? കേൾക്കാം. പറഞ്ഞു. ഞാൻ ഡോക്ടറുടെ ക്ലാസ്സിന്റെ അവസാന ഭാഗങ്ങളെ കേട്ടുള്ളൂ. 10 മണിക്ക് ശേഷമുള്ള ഭാഗങ്ങളെ കേട്ടുള്ളൂ. എങ്കിലും വളരെ ഒരു ഇൻഫോർമേറ്റീവ് ആയ സെഷൻ തന്നെയാണ്. കാരണം ഫുഡിനെ കുറിച്ചുള്ള കൺസെപ്റ്റൊക്കെ ഇപ്പോൾ എന്ന് നമുക്കറിയാം മാറി മറിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇന്നലെ പറഞ്ഞ സാധനം ഇന്ന് വേണ്ടെന്ന് പറയുന്നു, അല്ലെ നാളെ ഇന്ന് വേണമെന്ന് പറഞ്ഞ സാധനം നാളെ വേണ്ടെന്ന് പറയുന്നു. ഇങ്ങനെ ഓരോ ദിവസം ചെല്ലുന്തോറും നമ്മൾ ഫുഡ്, അതൊരു വളർച്ചയാണെങ്കിൽ പോലും, ഫുഡ് സയൻസിന്റെ വളർച്ചയാണെങ്കിൽ പോലും പലപ്പോഴും ആളുകൾ കൺഫ്യൂസ്ഡ് ആകാണ്. നമുക്ക് ഏറ്റവും കിട്ടുന്ന സാധനങ്ങളിലെ നമുക്ക് കഴിക്കാൻ പറ്റൂ എന്നുള്ള സത്യം നമ്മൾ മനസ്സിലാക്കുന്നില്ല. പിന്നെ അതുകൊണ്ട് തന്നെ നമ്മൾ പല സാധനങ്ങളും തേടി പുറത്തോട്ട് പോകുന്നു. കിട്ടുന്ന സാധനങ്ങൾ മുഴുവൻ ഇതുപോലെ
പ്രിസർവേറ്റീവ് ഒക്കെ ചേർത്ത സാധനങ്ങളാണ്. അല്ലാത്ത ഒരു സാധനം പോലും ഇന്ന് മാർക്കറ്റിൽ കിട്ടുമെന്ന് പ്രതീക്ഷിക്കേണ്ട. അതുകൊണ്ട് നമ്മൾ എല്ലാം സഹിക്കുക എന്ന് തോന്നിപ്പോവും. എങ്കിലും ഭക്ഷണങ്ങളിലെ വൈവിധ്യം കൊണ്ട് നമുക്ക് കുറച്ചൊക്കെ നാച്ചുറലായിട്ട് കിട്ടുന്ന പല സാധനങ്ങളും ഇപ്പോഴും നമ്മുടെ ചുറ്റുമുണ്ട്, നഷ്ടപ്പെട്ടിട്ടില്ല. അതിനെ ഉപയോഗിച്ച് കുറച്ചുകൂടെ ഒരു സയന്റിഫിക് ആയിട്ട് പോകുകയാണെങ്കിൽ തീർച്ചയായിട്ടും പലവിധ രോഗങ്ങളും, ഇന്നിപ്പോൾ വൈറ്റമിൻ ഡി ഈ പറഞ്ഞ പോലെ എല്ലാവരും വൈറ്റമിൻ ഡി മെഷർ ചെയ്യുന്നു, കൊടുക്കുന്നു. പക്ഷെ ആർക്കും അതുകൊണ്ടൊരു പ്രയോജനമില്ല. ഒരാഴ്ച കഴിയുമ്പോൾ പിന്നെ നിർത്തി കഴിഞ്ഞാൽ വീണ്ടും പ്രശ്നം. വൈറ്റമിൻ ഡി ആവശ്യമില്ലാതെ കഴിപ്പിച്ച് ഹൈപ്പർ വൈറ്റമിനോസ് ആക്കുന്നു. ഇങ്ങനെ ഇന്ന് ഏതോ ഒരു അലോപ്പതി ഡോക്ടർ തന്നെ വൈറ്റമിൻ ഹോമിയോപ്പതി വിമർശിക്കുന്ന ഒരു ഡോക്ടർ തന്നെ ഇന്ന് മൾട്ടി വൈറ്റമിൻ ഡ്രഗ് തെറാപ്പിയെ കുറിച്ചൊക്കെ ഒരുപാട് മോശമായിട്ട് വിമർശിക്കുകയുണ്ടായി. അപ്പൊ ഇത് എല്ലായിടത്തും ഇതൊരു കച്ചവടമായി മാറിയിരിക്കുകയാണ്. അത് മുതലാക്കിക്കൊണ്ട് ഡോക്ടർ പറഞ്ഞ പോലെ പല മാർക്കറ്റിംഗ് കമ്പനികളും രംഗത്തെത്തിയിരിക്കുകയാണ്. അത് പല രൂപത്തിൽ നമുക്ക് കിട്ടിയ സാധനങ്ങൾ, മില്ലറ്റ്സ് ഒക്കെ ഇങ്ങനെ പല രൂപത്തിൽ വന്നുകൊണ്ടിരിക്കുകയാണ്. കുറെയൊക്കെ അതിനകത്ത് നമ്മളും വിശ്വസിച്ചു പോകുന്നു. എങ്കിലും നമ്മൾ പഴയ രീതിയെ ഒന്ന് മുറുകെ പിടിച്ചുകൊണ്ട് കുറച്ചുകൂടെ ഒരു കോമ്പൻസേറ്റ് ചെയ്യുന്ന ഭക്ഷണങ്ങൾ കഴിച്ച് തൃപ്തിപ്പെടുക. അതിനുപരി നമ്മൾ പണ്ട് ശീലിച്ച ശീലങ്ങൾ ഒക്കെ തന്നെ, നമ്മുടെ പൂർവികർ ഉണ്ടാക്കിയിരുന്ന ശീലങ്ങളൊക്കെ തന്നെ ഡോക്ടർ പറഞ്ഞതുപോലെ വളരെ വളരെ ആരോഗ്യകരമായ ശീലങ്ങളാണ് നമ്മളുടെ പഴയ കാലത്തുണ്ടായിരുന്നത്. അതൊക്കെ മാറ്റി ഇപ്പോൾ എല്ലാവരും ഈ പറഞ്ഞ പോലെ നമ്മൾ കാണുന്ന ഈ IT മേഖലയുള്ളവരൊക്കെ കഴിക്കുന്ന രീതി, അവർക്ക് ഒരു സമനിഷ്ഠയില്ല. കഴിക്കുന്ന ആഹാരം എപ്പോഴും എന്തെങ്കിലും ചിപ്സോ കപ്പലിൻ്റെ എപ്പോഴും ഇങ്ങനെ കുറച്ചുകൊണ്ടിരിക്കണൊക്കെ കാണാം. അവർക്കൊരു ഡയറ്റില്ല. അവർ ഉച്ചയ്ക്ക് പോയി ഒരു പപ്സോ അല്ലെങ്കിൽ ഒരു എന്തെങ്കിലും അതുപോലുള്ള സാധനമാണ് കഴിക്കുന്നത്. അപ്പോൾ അതൊക്കെ തീർച്ചയായിട്ടും അവരുടെ ദഹനേന്ദ്രിയത്തിന്റെ വ്യവസ്ഥയെ തന്നെ തകർക്കുകയാണ്. അതൊക്കെ ഉണ്ടായിരിക്കുക ഇന്ന് ഒരുപാട് അസുഖങ്ങൾ ഉണ്ടാകുന്നെങ്കിൽ ഇത്രയും സയന്റിഫിക് ആയിട്ട് പറഞ്ഞ ഡോക്ടറുടെ ക്ലാസ് വളരെ പ്രയോജനപ്രദമായിരിക്കും. കേൾക്കാൻ പറ്റില്ലെങ്കിൽ തീർച്ചയായിട്ടും ഞാൻ അതിന്റെ വീഡിയോ കേൾക്കുന്നുണ്ട്. താങ്ക് യു. ഓക്കെ ഡോക്ടർ. ഓക്കെ, ഹരിഹരൻ ഡോക്ടർ നന്ദി പ്രകാശനത്തിനായിട്ട് ഹരിഹരൻ ഡോക്ടറെ ക്ഷണിക്കുകയാണ്. ഹാൻഡ് റൈസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഡോക്ടർ അൺമ്യൂട്ട് ചെയ്തോളൂ കേട്ടോ. മ്യൂട്ടായി പോയി. ആ ഓക്കെ, അൺമ്യൂട്ട് ആയിട്ടുണ്ട്. പറഞ്ഞോളൂ ഹരിഹരൻ ഡോക്ടർ. ഓക്കെ, നെറ്റ് ഇഷ്യൂ ആണെന്ന് തോന്നുന്നു. ഓക്കെ, ധനേഷ് ഡോക്ടർ നന്ദി പ്രകാശനം പറയുക. തീർച്ചയായും നമ്മൾ IFBH നടത്തി വരുന്ന ഈ വെബിനാറുകളിൽ വളരെ വ്യത്യസ്തത കൊണ്ട് നമ്മളെല്ലാവരെയും എന്നാൽ നമ്മളെല്ലാം പിടിച്ചിരുത്തുകയും ചെയ്യുന്ന ഒരു സെഷനാണ് എപ്പോഴും നജീബ് ഡോക്ടർ നമുക്ക് സമ്മാനിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇന്നത്തെ വിഷയം വളരെ പ്രാധാന്യമുള്ളതായിരുന്നു. എല്ലാവർക്കും ആസ്വദിക്കാൻ പറ്റിയതാണ്. ഇത് ഹോമിയോപ്പതി ഡോക്ടർമാരെന്നല്ല, ഹരിഹരൻ ഡോക്ടർ എത്തിയിട്ടുണ്ടല്ലോ. സാറിന് സംസാരിക്കാവോ സാർ? ഇപ്പൊ മ്യൂട്ടാണ് സാർ. ആ വയ്യ, സാറിന് സംസാരിക്കില്ല. ഓക്കെ, എന്തോ പ്രശ്നമുണ്ട്. അപ്പം വളരെ നല്ല സെഷനുകളാണ് ഓരോ ദിവസവും നമുക്ക് തരുന്നത്. ഇത് എല്ലാ മനുഷ്യരിലും എത്തേണ്ട കാര്യങ്ങൾ തന്നെയാണ്. കാരണം എന്തൊക്കെ നമ്മൾ ചിന്തിക്കണം, ഒരു ഭക്ഷണം കഴിക്കുന്നതിന് മുമ്പ് നമ്മൾ എന്തെല്ലാം ചിന്തിക്കണം, അതനുസരിച്ച് വേണം നമ്മൾ. എന്തും വെട്ടിയടിക്കാവുന്ന ആ ഒരു കാലമാണ്, പക്ഷെ എന്തും എവിടെയും കിട്ടുന്ന ഒരു കാലമാണ്. അപ്പം അതിൽ ഏതൊക്കെ നമുക്ക് ആവശ്യത്തിന് കഴിക്കണം, ഏതൊക്കെ ഉപേക്ഷിക്കണം എന്ന ചിന്തകളെക്കുറിച്ച് ആകെ കൺഫ്യൂഷനുള്ള ഒരു കാലമാണ്. ഒത്തിരി ആൾക്കാർ പ്രകൃതി ജീവനം നടത്താൻ ശ്രമിക്കുന്നുണ്ട്. എന്താന്ന് വെച്ചാൽ ഒത്തിരി ചികിത്സകൾ ചെയ്തിട്ടും അവരുടെ രോഗങ്ങൾ പിന്നെയും രോഗങ്ങളായിട്ട് തുടരുകയും അതിൻ്റെ ഭാഗമായിട്ട് ധാരാളം മരുന്നുകളും ഒക്കെ കഴിക്കേണ്ടി വരികയും ചെയ്യുമ്പോൾ
ഇതുപോലുള്ള എന്തൊക്കെയോ അറിവുകൾ എവിടുന്നൊക്കെയോ കിട്ടിയിട്ട് അവർക്ക് മാറ്റങ്ങൾ വരികയും അവരും ഇതര ചികിത്സയ്ക്കോ അതല്ലെങ്കിൽ ഭക്ഷണ രീതിയിൽ മാറ്റി ജീവിക്കാനൊക്കെ ശ്രമിക്കുന്നു. പക്ഷേ ആ സമയത്ത് പോലും ഭക്ഷണ ക്രമീകരണങ്ങൾ നടത്തുമ്പോഴും ഒരുപക്ഷെ മാനസിക പിരിമുറുക്കങ്ങളും അതുപോലുള്ള പ്രശ്നങ്ങളും ഒക്കെയാണ് അതിൻ്റെ റീസൺ എങ്കിൽ ഈ ഭക്ഷണം കുറച്ചാൽ പോലും എനിക്കറിയാവുന്ന ഒരു പേഷ്യൻ്റ് വളരെ 300-330 ആയിരിക്കും എപ്പോഴും കൊളസ്ട്രോൾ. അവർ പ്രകൃതി ജീവനമായിരുന്നു. പക്ഷെ എന്തൊക്കെ ചെയ്തിട്ട് ഇത് നോർമൽ ആകുന്നില്ലായിരുന്നു. അപ്പം നമ്മൾ അവരോട് ഒന്നേ ചോദിച്ചുള്ളൂ, നിങ്ങളുടെ ഭാര്യയും ഭർത്താവും തമ്മിൽ എങ്ങനെയാണ് പിണങ്ങിയാൽ? ഒരു മാസം വരെയൊക്കെ മിണ്ടാതിരിക്കും ഡോക്ടറെ. അപ്പം അതിൽ തന്നെ ഉണ്ട് അവരുടെ കൊളസ്ട്രോൾ എന്താണെന്ന്. യഥാർത്ഥത്തിൽ അതായിരുന്നു അവരുടെ പ്രശ്നങ്ങളും. അപ്പോൾ ഇന്ന് പറഞ്ഞ പോലെ നമ്മൾ ഓരോ കേസും വ്യത്യസ്തമാണ്. അത് പഠിക്കാനും ഈ നിങ്ങളുടെ പ്രശ്നങ്ങൾ ഹോമിയോപ്പതി ഡോക്ടർമാരെ പോലുള്ളവരുടെ മുൻപിൽ തുറന്നു പറയുകയും ചെയ്യുകയാണെങ്കിൽ ഇതുപോലുള്ള നല്ല ഒരു ഭക്ഷണ ചിട്ടയും അതിനോടൊപ്പം നമ്മുടെ ചികിത്സയും കൂടിയാണെങ്കിൽ വളരെ വേഗത്തിൽ നമുക്ക് പ്രശ്നങ്ങളെ അതിജീവിച്ച് സുഖകരം മരുന്നുകളില്ലാതെ വീണ്ടും മുന്നോട്ട് ജീവിതം കൊണ്ടുപോകാൻ പറ്റും. ഒരിക്കലും ജീവിതകാലം മുഴുവൻ മരുന്ന് കഴിക്കുന്നതല്ല ചികിത്സ. അങ്ങനെ കഴിക്കുന്നതെല്ലാം ഭക്ഷണത്തിന് പോലെ തന്നെയാണ്. ഓക്സിജൻ, വെള്ളം, ഭക്ഷണം എന്ന് പറയുന്ന പോലെ തന്നെ നാലാമത്തെ ഒരു ഭാഗമായി മരുന്ന് മാറുകയാണ്. അപ്പം അതുകൊണ്ട് തന്നെയാണ് ഈ നജീബ് ഡോക്ടർ ഇങ്ങനെയുള്ള പ്രസൻറ്റേഷനുകൾ വളരെ അത്യാവശ്യമാണ്, ജനങ്ങളിൽ എത്തേണ്ടതാണ്, ജനങ്ങൾ ശ്രദ്ധിക്കേണ്ടതാണെന്ന് നാം പറയുന്നത്. തീർച്ചയായും ഇന്നത്തെ വേദിയിൽ ഇങ്ങനെ ഒരു വിഷയം അവതരിപ്പിച്ച നജീബ് ഡോക്ടർക്കും അതുപോലെ ഈ വേദിയിൽ പങ്കെടുത്ത എല്ലാ ശ്രോതാക്കളും, അത് ഹോമിയോപ്പതി ഡോക്ടർമാരും അതുപോലെ തന്നെ ഹോമിയോപ്പതി വിദ്യാർത്ഥികളും ഹോമിയോപ്പതി സ്നേഹികളും പിന്നെ നമ്മുടെ മോഡറേറ്ററായി ഇന്ന് എത്തിയ ശ്രീ ഷാലുരാജിനെ കുറിച്ച് പറയുകയാണെങ്കിൽ അദ്ദേഹം വളരെ നല്ലൊരു ഹോമിയോപ്പതി ആരാധകനും ഹോമിയോപ്പതി വിശ്വസിക്കുകയും അതിൻ്റെ തുടർ ഫലങ്ങൾ അനുഭവിക്കുകയും ചെയ്യുന്ന ഒരു വ്യക്തിയാണ്. അപ്പം അങ്ങനെയുള്ള ഒരാൾ ഈ വേദിയിലെത്തി നമ്മുടെ ഇന്നത്തെ സെഷൻ മോഡറേറ്റ് ചെയ്യുക എന്ന് പറയുമ്പോൾ അതിനും പ്രത്യേക നന്ദി പറയേണ്ടതുണ്ട്. അപ്പം എല്ലാവർക്കും ഒരിക്കൽ കൂടി IFBHന്റെ പേരിലും എൻ്റെ പേരിലും നന്ദി രേഖപ്പെടുത്തുകയാണ്. നന്ദി. ഓക്കെ, താങ്ക് യു ദിനേശ് ഡോക്ടർ. താങ്ക് യു നജീബ് ഡോക്ടർ. ഇന്നത്തെ ഈ സെഷൻ ഇന്ന് ഇവിടെ അവസാനിക്കുകയാണ്. നാളെ മികച്ചൊരു ക്ലാസ്സുമായി നമുക്ക് വീണ്ടും കാണാം. ഗുഡ് നൈറ്റ് ഓൾ. നാളെ നമ്മുടെ വിഷയം ഹോമിയോപ്പതി മരുന്നുകളുടെ ഡോസും അതിൻ്റെ ശാസ്ത്രീയതയും അതിൻ്റെ ആവശ്യകതയും അങ്ങനെയുള്ള പല കാര്യങ്ങളുമാണ്. അത് ഡോക്ടർ KG വേണുഗോപാലാണ് വേദിയിൽ അവതരിപ്പിക്കുന്നത്. അദ്ദേഹം ശാരദകൃഷ്ണ ഹോമിയോപ്പതി മെഡിക്കൽ കോളേജിലെ ഫാർമസി വിഭാഗം പ്രൊഫസറാണ്. ഓക്കെ, താങ്ക് യു ഓൾ. ഗുഡ് നൈറ്റ്.